ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ നോവൽ വാഗമരങ്ങൾ, അധ്യായം 13. ഡെയ്സി അത് മായ്ക്കാൻ ശ്രമിച്ചു. ആ വിരൽപ്പാടുകൾ കവിളിൽ നിന്ന് മാത്രമല്ല, ഓർമ്മയിൽ നിന്ന് തന്നെ. ദിവസങ്ങൾക്ക് ശേഷവും ഒരു വല്ലാത്ത സങ്കടം വിട്ടുമാറാതെ മനസ്സിലെവിടെയോ തങ്ങി നിന്നു. മറക്കാനും മായ്ക്കാനും ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഓർക്കപ്പുറത്ത് അത് വീണ്ടും തികട്ടി വരുന്നു. ചിലപ്പോൾ ആശുപത്രിയിൽ വാർഡിലെ റൗണ്ട്സ് തീർത്ത് റൂമിലേക്ക് നടക്കുമ്പോൾ, ചിലപ്പോൾ OPയിൽ അവസാനത്തെ രോഗിയെ നോക്കിയ ശേഷം ഒന്ന് കൈ നിവർക്കുമ്പോൾ, ചിലപ്പോൾ തനിച്ച് ക്വാർട്ടേഴ്സിലേക്ക് നടക്കുമ്പോൾ, ചിലപ്പോൾ ക്വാർട്ടേഴ്സിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം കുരിശു വരയ്ക്കുമ്പോൾ, ആ മുഖത്തിൻ്റെ ഒരു ദൃശ്യം, ആ കണ്ണുകൾ. ഡെയ്സിക്ക് വിഷാദം വന്ന് മനസ്സിനെ മൂടും. അന്ന് ആ റെസ്റ്റോറൻറ്റിലിരുന്ന് ജയദേവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തത് ഓർക്കപ്പുറത്തായിരുന്നു. ഡെയ്സി പകച്ചുപോയി. അതിൻ്റെ ഞെട്ടലിൽ നിന്നുണരും മുൻപേ ബില്ലുമായി ബേറർ വന്നു. ജയദേവൻ ഒന്നും സംഭവിക്കാത്തതുപോലെ പണമെടുത്തു വെച്ചു. അപ്പോൾ അയാൾക്ക് സെൽഫോണിൽ ഒരു കോൾ വരികയും അയാൾ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഡെയ്സി പിടഞ്ഞെഴുന്നേറ്റ് കൈ കഴുകി. പുറത്തു വന്നപ്പോൾ ജയദേവൻ ഉണ്ടായിരുന്നില്ല. ഡെയ്സിക്ക് ഒരേ സമയം ആശ്വാസവും അതേസമയം ചെറിയ അസ്വസ്ഥതയും തോന്നി. ഒന്നു യാത്ര പറയാമായിരുന്നില്ലേ ആ മനുഷ്യന്? തിരിച്ചു ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ അവളുടെ മനസ്സ് പെട്ടെന്ന് കഠിനമായി. പാടില്ല. വിഷമം, അസ്വസ്ഥത ഒന്നും പാടില്ല. ഡെയ്സി വർഗീസിന് ഇത്തരം വികാരങ്ങൾ ചേരില്ല. അവൾ യാഗത്തിനായി ഒഴിഞ്ഞു വയ്ക്കപ്പെട്ടവൾ. ആട്ടിൻപറ്റത്തിലെ ഏറ്റവും നല്ല ആട്. ബലിക്കല്ലിൽ അവളുടെ ചോര വീഴണം. അപ്പോഴേ ദൈവം പ്രസാദിക്കുന്നുള്ളൂ. ഇടയന് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുള്ളൂ. കുടുംബത്തിനു വേണ്ടി അവളുടെ ചോര, അവളുടെ മാംസം, അവളുടെ എല്ലിൻ കഷ്ണങ്ങൾ. ഡെയ്സി മനസ്സിൽ ദൃഢനിശ്ചയമെടുത്തു. തുടർന്നുള്ള കുറേ ദിവസങ്ങൾ വല്ലാത്ത തിരക്കിൻ്റേതായിരുന്നു. കവളപ്പാറ സ്കൂളിൽ ഭക്ഷ്യവിഷബാധ. കുട്ടികളെ കൂട്ടത്തോടെ കൊണ്ടുപോയത് സ്വകാര്യ ആശുപത്രിയിലേക്കാണ്. വൈകിട്ടായപ്പോൾ 2 പേർ മരിച്ചു. നാട്ടുകാർ സ്കൂളിനും ആശുപത്രിക്കും കല്ലെറിഞ്ഞു. ആശുപത്രിക്കാർ ഗുരുതര നിലയിലുള്ള 4 കുട്ടികളെ ഡിസ്ചാർജ് ചെയ്തു. 4 പേരെയും ഡെയ്സിയുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്നുള്ള 2 രാത്രികൾ ഡെയ്സിക്ക് ഊണും ഉറക്കവും ഉണ്ടായില്ല. കുട്ടികളുടെ സമീപത്ത് തന്നെയിരുന്നു. 2-ാം ദിവസം വൈകിട്ടായപ്പോൾ 4 കുട്ടികളും സാധാരണ നിലയിലെത്തി. അതേസമയം സ്വകാര്യ ആശുപത്രിയിൽ ഒരാൾ കൂടി മരിച്ചു. സ്വകാര്യ ആശുപത്രിക്ക് നേരെ വീണ്ടും അക്രമമുണ്ടായി. പോലീസ് ലാത്തിച്ചാർജ് നടത്തി. 2 പേർക്ക് പരിക്കേറ്റു. അവരും താലൂക്ക് ആശുപത്രിയിൽ തന്നെ എത്തി. ഡോക്ടർ അരുൺ ലീവായിരുന്നതുകൊണ്ട് ഡോക്ടർ ഡെയ്സിക്ക് രാത്രിയിലും പകലും ഡ്യൂട്ടിയായി. ആശുപത്രിയിലും പരിസരത്തും മിക്കപ്പോഴും പത്രലേഖകരുടെയും TV ചാനലുകളുടെയും തിരക്കായിരുന്നു. പക്ഷേ അക്കൂട്ടത്തിൽ ജയദേവനെ കണ്ടില്ല. ഡെയ്സിക്ക് അത് ശ്രദ്ധിക്കാൻ നേരവും കിട്ടിയില്ല. ജോലിയോട് ജോലി. 3-ാം ദിവസം വൈകിട്ട് അവൾ വാർഡിൽ റൗണ്ട്സ് കഴിഞ്ഞ് ഡ്യൂട്ടി റൂമിൽ തിരിച്ചെത്തിയപ്പോൾ വാതിൽക്കൽ ഒരാൾ കാത്തുനിന്നിരുന്നു. ഡെയ്സി അമ്പരന്നുപോയി. അലക്സ്. കൂടെ 60 കഴിഞ്ഞ മറ്റൊരാളും. വില കൂടിയ മഞ്ഞ സിൽക്ക് ജൂബയും കഴുത്തിലെ സ്വർണ്ണത്തുടലും തിളങ്ങുന്നത് അകലെ നിന്നെ കണ്ണിൽ കുത്തി. ഡെയ്സിയെ കണ്ടപ്പോൾ അലക്സ് ചിരിച്ചു. കുറച്ചുനേരമായി വന്നിട്ട്. ഡെയ്സി ചേച്ചി തിരക്കിലാണെന്ന് തോന്നുന്നല്ലോ. അതെ. ഒരുപാട് വെയിറ്റ് ചെയ്തോ? സോറി, ഇവിടുത്തെ പ്രശ്നങ്ങൾ കേട്ട് കാണുമല്ലോ. വരൂ. ഡെയ്സി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. പ്രായം ചെന്നയാളുടെ മുഖത്ത് അനിഷ്ടവും അലോസരവും കാണാമായിരുന്നു. അവർ മുറിയിലേക്ക് വന്നപ്പോൾ ഡ്യൂട്ടി റൂമിൽ രൂക്ഷഗന്ധമുള്ള ഒരു പെർഫ്യൂമിൻ്റെ ഗന്ധം നിറഞ്ഞു. ഇരുവരും കസേര വലിച്ചിട്ടിരുന്നപ്പോൾ ഡെയ്സിയും ഇരുന്നു. ഇവിടെ എങ്ങനെ ജോലി ചെയ്യുന്നു ഡോക്ടറെ? പ്രായം ചെന്നയാൾ ചോദിച്ചു. ഹോ, എന്നാ തിരക്ക. പുഴിഞ്ഞൊരയ്ക്കുന്നതുപോലാണല്ലോ ആളുകൾ കിടന്ന് വിരകുന്നത്. ഇവിടെ 2 ദിവസം കിടന്നാൽ തന്നെ ആള് ക്ലോസ് ആകുമല്ലോ. ഈ പ്രദേശത്തുള്ള ഒരേയൊരു സർക്കാർ ആശുപത്രിയാണ്. തിരക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഡെയ്സി സൗമ്യമായി പറഞ്ഞു. ഓ, എന്നാലും ഊരുറപ്പിച്ച് എങ്ങനെ വരും? അധികവും പാവത്തുങ്ങളാ വരുന്നത് അല്ലയോ? കാശുള്ള ഒരു സർക്കാർ ആശുപത്രിയിൽ കയറുമോ? ഡെയ്സി അത് കേൾക്കാത്ത ഭാവത്തിൽ അലക്സിനെ നോക്കി. അലക്സിനെ പെട്ടെന്നിവിടെ കണ്ടപ്പോൾ സർപ്രൈസായി. എന്താ ഈ വഴി? ഒന്നുമില്ല. അങ്കിളിന് ഡെയ്സി ചേച്ചിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അലക്സ് ഭവിതയോടെ പ്രായം ചെന്നയാളെ നോക്കി. ഞാൻ കാര്യങ്ങളൊക്കെ അങ്കിളിനോട് പറഞ്ഞായിരുന്നു. മനസ്സിലായില്ലേ? ഈ അങ്കിളാ ആശുപത്രി കെട്ടുന്നത്. അങ്കിളിൻ്റെ ആശുപത്രിയിലോട്ടാ ഡെയ്സി ചേച്ചിയെ വിളിച്ചത്. ഡെയ്സിയുടെ മുഖം വിവരണമായി. അവൾക്ക് ഒരു വല്ലായ്മ തോന്നി. അതൊന്നും ഡോക്ടർക്ക് മനസ്സിലായിട്ടില്ല അല്ലയോ? ഞാൻ കുരുവിള ജേക്കബ്. കുറച്ചുകാലം കുവൈറ്റിലായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് കുറച്ച് എസ്റ്റേറ്റും മറ്റുമായിട്ട് കഴിയുമായിരുന്നു. അപ്പോഴാ ഈ എടാകൂടം. ഡെയ്സി എന്തു മറുപടി പറയണമെന്നറിയാത്തതിനാൽ മൗനം പാലിച്ചു. കാര്യം ആശുപത്രിയെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാ. പക്ഷേ പറ്റിയ ആളില്ലേൽ നമ്മൾ തൂങ്ങും.
ഒന്നാമത് വ്യാജ ഡോക്ടർമാരുടെ കാലം. ഇപ്പോഴത്തെ ഡോക്ടർമാർക്ക് ഏതാണ്ട് ചികിത്സിക്കാൻ അറിയാമോ? ഞാനത് വീട്ടിൽ പിള്ളേരോടും ചോദിക്കും. അങ്കിളിൻ്റെ 4 മക്കളും ഡോക്ടർമാരാ. അലക്സ് വീണ്ടും ഭവിതയോടെ ഇടപെട്ടു. ഓ, അവന്മാരൊക്കെ സീറ്റ് കാശ് കൊടുത്തു മേടിച്ചതല്ലയോ? കുരുവിള ജേക്കബ് അഭിമാനത്തോടെ ചിരിച്ചു. ഞാൻ ഇടയ്ക്കിടെ പെമ്പിളയോട് പറയും, എങ്ങാനും വീണുപോയാൽ പൊന്നും അറിയേ, നീ നിന്റെ മക്കളുടെ കയ്യിൽ നിന്ന് മാത്രം മരുന്ന് വാങ്ങിച്ചു തരില്ലെന്ന്. ചിരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടവയർ കുലുങ്ങി. വാസ്തവത്തിൽ അങ്കിളിൻ്റെ സണ്ണ ഡേസി ചേച്ചിയെ ആശുപത്രിയിലോട്ട് വിളിക്കുന്ന കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ജാസ്മിൻ്റെ പ്രപ്പോസൽ ഞങ്ങൾ മൂവ് ചെയ്തത്, അലക്സ് പറഞ്ഞു. ഡേസി ഉപചാരപൂർവ്വം പുഞ്ചിരിച്ച് കേട്ടുകൊണ്ടിരുന്നതേയുള്ളൂ. അവളുടെ ഉള്ള് തിളച്ചു മറിയുകയായിരുന്നു. മുന്നിലിരിക്കുന്നത് കച്ചവടക്കാരാണെന്ന് അവളുടെ മനസ്സ് ഓർമ്മിപ്പിച്ചു. ഡേസിയെ വിലയ്ക്ക് വാങ്ങാൻ വന്നവർ. ഒരാൾ അനിയത്തിയെ വെച്ച് വില പറയുന്നു. അപ്പോഴാണ് വാതിൽക്കൽ ഒരു കുട്ടിയുടെ നിലവിളി കേട്ടത്. ഡേസി പിടഞ്ഞെഴുന്നേറ്റു. മോനെ, കരയാതടാ, ഒക്കെ ശരിയാകുമെടാ. ഒരു സ്ത്രീ ആശ്വസിപ്പിക്കുന്ന ഒച്ച മുഴങ്ങി കേൾക്കാമായിരുന്നു. അത്യാഹിത വാർഡെന്ന് വിളിക്കപ്പെടുന്ന ചെറിയ മുറിയിലേക്കാണ് അവരെ കൊണ്ടുപോയത്. 1 മിനിറ്റ്, ഡേസി കുരുവിളയോടും അലക്സിനോടും പറഞ്ഞു. സ്റ്റെത്തുമെടുത്ത് അവൾ കാഷ്വാലിറ്റിയിലേക്ക് ഓടി. 5 വയസ്സുള്ള ചെറിയൊരു ആൺകുട്ടിയായിരുന്നു അത്. മരത്തിൽ നിന്ന് വീണ് തല പൊട്ടിയിരിക്കുന്നു. ഡേസി വേഗം പരിശോധന പൂർത്തിയാക്കി. ഡ്രസ്സ് ചെയ്യാൻ സിസ്റ്റർ രാജമ്മയെ സഹായിച്ചു. 12 മണിക്കൂർ ഒബ്സർവേഷനിൽ വയ്ക്കാൻ ഏർപ്പാട് ചെയ്തിട്ട് അവൾ കൈ കഴുകി തിരികെ മുറിയിലേക്ക് വന്നു. അലക്സിൻ്റെ മുഖത്ത് പരിഭവം വ്യക്തമായിരുന്നു. കുരുവിള ജേക്കബ് പക്ഷേ എന്തോ ഗാഢമായി ചിന്തിക്കുന്നതുപോലെ തോന്നി. ക്ഷമിക്കണം, ഇവിടെ വേറെ ഡോക്ടർമാരില്ല. അങ്കിള് തിരുവല്ല ഇന്ന് ഇതിനായിട്ട് വന്നതാ, അലക്സ് പരാതി പോലെ പറഞ്ഞു. ഒരുപാട് തിരക്കുള്ളയാളാ. സോറി, മനഃപൂർവ്വമല്ല. ഓ, സാരമില്ല, കുരുവിള ജേക്കബ് പറഞ്ഞു. ഞാൻ ആലോചിക്കുന്നത് അതല്ല. ഡോക്ടർ ഇവിടെ കിടന്ന് ഇങ്ങനെ ചത്തുപണിതിട്ട് എന്നാ കാര്യമാ? ഇവിടെ ഈ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവന്മാരല്ലാതെ ആര് വരാനാ? പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ കഴിയാത്ത ഒരുപാട് പേര് വരും, ഡേസി സൗമ്യമായി പറഞ്ഞു. ഓ, അത് വല്ല പനിക്കോ ചുമയ്ക്കോ കൂടി വന്നാൽ എലിപ്പനിക്കോ, അല്ലാതെ ആര് വരാനാ? സത്യം പറഞ്ഞാൽ ഡോക്ടറോട് മാത്രമല്ല രോഗികളോടും ചെയ്യുന്ന ക്രൂരതയെ ഇത്. എത്ര പൈസ ഇല്ലാത്തവരാണേലും ഇക്കാലത്ത് ഒരു വലിയ രോഗം വന്നാൽ നേരെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകും. ഇവിടെ വരുന്നത് വലിയ കുഴപ്പമില്ലാത്ത അസുഖക്കാർ മാത്രമല്ലയോ? ഡേസി ചിരിച്ചു. അത് സർക്കാർ ആശുപത്രിയിൽ നല്ല ചികിത്സ കിട്ടില്ലെന്ന് ഒരു തോന്നലുള്ളതുകൊണ്ടാണ്. എൻ്റെ അനുഭവത്തിൽ നേരെ മറിച്ചാണ്. രോഗികൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആശുപത്രിയുടെ പെയിന്റ് ഇളകിയതും കട്ടിലിൻ്റെ കാലൊടിഞ്ഞതും ആരും ശ്രദ്ധിക്കില്ല. കുരുവിള ജേക്കബ് വലിയ തമാശ കേട്ടതുപോലെ പൊട്ടിച്ചിരിച്ചു. അപ്പോഴാണ് അടുത്ത രോഗി എത്തിയത്. ആളെ കണ്ടപ്പോൾ ഡേസി ഞെട്ടി. ചെറിയാച്ചൻ വെല്ലൂരിൽ ഓപ്പറേഷന് പോയ ശേഷം ആദ്യമായി കാണുകയായിരുന്നു. പഴയ തടി കുറഞ്ഞിട്ടുണ്ട്. റേഡിയേഷൻ കാരണം മുടി കൊഴിഞ്ഞിട്ടുള്ളതിനാൽ ഒരു തൊപ്പി ധരിച്ചിരുന്നു. വെള്ള ഷർട്ടും ചാരനിറത്തിലുള്ള പാൻസും. ഡേസി ബഹുമാനത്തോടെ എഴുന്നേറ്റു. ചെറിയാച്ചൻ അകത്തേക്ക് വന്നപ്പോൾ കുരുവിള ജേക്കബും ചാടി എഴുന്നേറ്റു. അയ്യോ, ഇതാരാ? ചെറിയാൻ സാറോ? എന്നാ ഈ വഴി? എന്താടോ കുരുവിളെ, ആശുപത്രി കെട്ടിലൊക്കെ തീർന്നോ? ചെറിയാൻ കുരുവിളയുടെ നീട്ടിയ കയ്യിൽ പിടിച്ചു കുലുക്കി. സാറെന്നാ ഈ വഴി? ചെറിയാച്ചൻ ഡേസിയെ നോക്കി. ഇടിച്ചു കയറി വന്നതിന് ഡോക്ടർ ക്ഷമിക്കണേ. ഇരിക്കൂ. ഡേസി പേഷ്യൻസിനിരിക്കാനുള്ള സ്റ്റൂൾ നീക്കിയിട്ട് കൊടുത്തു. സർജറി കഴിഞ്ഞ വിവരം അറിഞ്ഞിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഡേസി ചോദിച്ചു. അതൊന്നും നോക്കാനാ ഞാൻ ഈ ദൂരം അത്രയും വണ്ടിയിൽ വന്നത്. നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? കുരുവിള ഡേസിയെ അല്പം മതിപ്പോടെ നോക്കി. ഇദ്ദേഹമാണ് ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ ശരിയാക്കി തന്നത്. എന്നാൽ എനിക്കങ്ങനെ പരിചയമെന്ന് പറയാം. ഈ ഡോക്ടർ കാരണമാ ഞാനിന്ന് ജീവനോടിരിക്കുന്നത്. ഇതിലേതാ വലിയ കാര്യം? അലക്സ് ഒന്നും മനസ്സിലാകാതെ ഒക്കെ കേട്ടിരിക്കുകയായിരുന്നു. സർജറി കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ ഇങ്ങോട്ട് വരാനിരിക്കുക. യാത്ര ചെയ്യാൻ പറ്റണ്ടായോ? ഏതായാലും ഇപ്പോൾ തകരാറൊന്നുമില്ലെന്ന് വെല്ലൂരിലും പറഞ്ഞു, നമ്മുടെ ആശുപത്രിയിലും പറഞ്ഞു. എന്നാലും ഡേസി ഡോക്ടർ കൂടെന്ന് ഓക്കെ പറഞ്ഞാലേ എനിക്കൊരു വിശ്വാസം വരൂ. ചെറിയച്ഛൻ അവസാനത്തെ പരിശോധനയുടെ ഫലം കൊണ്ടുവന്നിരുന്നു. ഡേസി അത് സൂക്ഷ്മമായി പരിശോധിച്ചു. ചെറിയച്ഛൻ്റെ പ്രഷറും പൾസും നോക്കി. കുഴപ്പമില്ല, പക്ഷേ ഫുഡ് കൺട്രോൾ ചെയ്യണം. കഴിയുന്നതും വലിയ ടീഡിയസ് ജോലികൾ ചെയ്യണ്ട. കുരുവിള ജേക്കബ് പെട്ടെന്ന് ആലോചനാമഗ്നനായി. പരിശോധന കഴിഞ്ഞ് ചെറിയാച്ചൻ എഴുന്നേറ്റപ്പോൾ കുരുവിള ജേക്കബ് സംശയം തീർക്കാൻ എന്നതുപോലെ പിന്നെയും ചോദിച്ചു. അപ്പം ചെറിയാച്ചൻ പറയുന്നത് ഈ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇക്കണ്ട ദൂരം അത്രയും വന്നെന്നാണോ? പിന്നല്ലാതെ, ചെറിയാച്ചൻ നിസ്സാരമായി പറഞ്ഞു. അതോടെ കുരുവിള പെട്ടെന്ന് നിശബ്ദനായി. ചെറിയാച്ചൻ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ മുറിയിൽ പെട്ടെന്നൊരു നിശബ്ദതയായി.
ഡേസിക്ക് ചെറിയ അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു. ഇവർ വന്നത് എന്തിനാണെന്ന് പറയുന്നില്ല. തനിക്കാണെങ്കിൽ ജോലിത്തിരക്ക് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ സിസ്റ്റർ നിർമ്മല വന്ന് മുഖം കാട്ടി. 12B-യിലെ രാമകൃഷ്ണൻ വൊമിറ്റ് ചെയ്യുന്നു ഡോക്ടർ. ആ ഹെഡ് ഇഞ്ചുറി കേസോ? ഡേസി പരിഭ്രമത്തോടെ ചാടി എഴുന്നേറ്റു. സോറി, ഞാൻ. സാരമില്ല, ഞങ്ങളും ഇറങ്ങുന്നു. കുരുവിള എഴുന്നേറ്റു. ഒപ്പം അതൃപ്തിയോടെയാണെങ്കിലും അലക്സും. അവരോട് ജാസ്മിൻ്റെ കാര്യം സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വാർഡിലേക്ക് പായുമ്പോൾ ഡേസി ഖിന്നതയോടെ ഓർത്തു. സാരമില്ല, നാളെയാകാം, അല്ലെങ്കിൽ തിരക്കൊഴിഞ്ഞിട്ട്. 2 ദിവസം കഴിഞ്ഞ് അരുൺ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത ശേഷം ഡേസി അലക്സിനെ വിളിച്ചു. അലക്സ്, സോറി, അന്ന് നിങ്ങൾ വന്നപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. തിരക്കായിരുന്നു. ഞാൻ ഓഫീസിലേക്ക് വന്നാലോ? ചേച്ചി വിചാരിച്ചിരുന്നെങ്കിൽ 5-10 മിനിറ്റ് കിട്ടിയേനെ. എനിക്ക് സത്യത്തിൽ വലിയ സങ്കടമായി പോയി. ഞാൻ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ ഒരുപാട് നിർബന്ധിച്ചിട്ടിരിക്കുക. എൻ്റെ ഒരാളുടെ നിർബന്ധത്തിനാ അങ്കിള് അന്നങ്ങോട്ട് വന്നത്. ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറയാം. ഓ, അതൊന്നും വേണ്ട. ചേച്ചി എന്നതാ ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനിച്ചത്. ഡേസിക്ക് പെട്ടെന്ന് വാക്കുകൾ നഷ്ടപ്പെട്ടു. അവൾ പണിപ്പെട്ട് ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ചോദിച്ച സ്ത്രീധനം എങ്ങനെയും ഞാൻ ശരിയാക്കി തരാം. ഓ, സ്ത്രീധനം പോരാ. ചേച്ചി അങ്കിളിൻ്റെ ആശുപത്രിയിൽ ചേർന്നാൽ മതി. അയ്യോ അലക്സ്, ഒന്നും പറയണ്ട. അങ്കിള് വളരെ ഇംപ്രസ്ഡ് ആയിട്ടാ പോയത്. ചേച്ചി ഞങ്ങളുടെ ആശുപത്രിയിൽ ജോയിൻ ചെയ്താൽ അതിൻ്റെ പിറ്റേന്ന് കെട്ട്. അല്ലേൽ വേണ്ട, കരാർ ഒപ്പുവെച്ചാൽ മതി. അതിൻ്റെ പിറ്റേന്ന് കെട്ട്. അയാൾ ഫോൺ വെച്ചു. ഇപ്പുറത്ത് റിസീവർ വെക്കുമ്പോൾ ഡേസിയുടെ രക്തം തിളച്ചു. ജീസസ്, നീ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നന്ദി പ്രതീക്ഷിക്കുന്നില്ല, ലാഭം പ്രതീക്ഷിക്കുന്നില്ല, സ്നേഹമോ കടപ്പാടോ തരണ്ട. വിവാഹം, വീട്, കുടുംബം, കുട്ടികൾ ഒന്നും വേണ്ട. പ്രാർത്ഥിക്കാനുള്ള അവകാശം അതുമാത്രം മതി. പ്രീ ഡിഗ്രിക്ക് ഹോസ്റ്റൽ വാർഡനായിരുന്ന സിസ്റ്റർ ആൻമേരി പറഞ്ഞിട്ടുള്ളത് കാതുകളിൽ മുഴങ്ങാറുണ്ട്. മുട്ടേക്കുത്തി നിൽക്കുന്നതല്ല കൊച്ചെ പ്രാർത്ഥന. അത് അവനവൻ്റെ ജോലി വൃത്തിയായിട്ട് ചെയ്യുന്നതാ. നമ്മൾ നമ്മളെ സമർപ്പിക്കുന്നതാ യഥാർത്ഥ പ്രാർത്ഥന. ഡേസിയുടെ മനസ്സിൽ വല്ലാത്തൊരു മൂകതയും നിരാശയും വന്നു നിറഞ്ഞു. പ്രാർത്ഥിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം, അവസരം, ഇനി അത് നഷ്ടപ്പെടുകയാണോ? രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അവൾ തീരുമാനിച്ചു, ഇല്ല, അതുമാത്രം ആരും മോഹിക്കണ്ട. എൻ്റെ ജോലിയിൽ മാത്രം ആരും തൊട്ടുകളിക്കണ്ട. പ്രൈവറ്റ് ആശുപത്രികളിൽ പൂർണ്ണ മനസ്സോടെയും ആത്മാർത്ഥതയോടെയും പണിയെടുക്കാൻ ഒരുപാട് ഡോക്ടർമാരെ കിട്ടും. സർക്കാർ ആശുപത്രിയിൽ മനസ്സോടെ ജോലി ചെയ്യാൻ ചുരുക്കം പേരേ ഉണ്ടാകൂ. ഞാൻ പോയാൽ എനിക്ക് പകരം ഒരാൾ വരില്ല. രാവിലെ ഉണർന്നപ്പോൾ ഡേസി തീരുമാനിച്ചു, വേണമെങ്കിൽ അവർക്ക് ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാം. എവിടെ നിന്ന് കൊടുക്കുമെന്ന് അവൾക്ക് തീർച്ചയില്ലായിരുന്നു. പക്ഷേ അവൾ തീരുമാനിച്ചു, എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയെങ്കിലും അവർ ചോദിക്കുന്നതൊക്കെ കൊടുക്കും. ജാസ്മിൻ്റെ കല്യാണം നടത്താൻ ഡേസി ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് പോയത്. ചെല്ലുമ്പോൾ അമ്മച്ചിയും അപ്പച്ചനും ഒരു മാമോദീസയ്ക്ക് പോയിരുന്നു. വീട്ടിൽ ജാസ്മിൻ മാത്രം. കുളിക്കാതെ തലമുടി പാറിപ്പറന്ന് പഴയൊരു നൈറ്റി ധരിച്ച് ആകെ മ്ലാനതയിലായിരുന്നു അവൾ. വാതിൽ തുറന്നു കൊടുത്തതും ക്ഷമയില്ലാത്തതുപോലെ ജാസ്മിൻ ചോദിച്ചു, ചേച്ചി എന്ത് തീരുമാനിച്ചു? ഒരു വെല്ലുവിളി പോലെയായിരുന്നു അവളുടെ ചോദ്യം. ഡേസിക്ക് പെട്ടെന്ന് വാക്കുകൾ മുട്ടി. അവർ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാം. ജാസ്മിൻ്റെ മുഖം ഇരുണ്ടു. അവരതിന് സ്ത്രീധനം ചോദിക്കുന്നില്ലല്ലോ. അവർ ചോദിച്ചത് ചേച്ചിയുടെ സർവീസ് മാത്രമാണ്. അത് കൊടുക്കാൻ മനസ്സുണ്ടോ? ഡേസിക്ക് സങ്കടം വന്നു. ജാസി, നീ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. എൻ്റെ ജോലി എങ്ങനെ എവിടെ ചെയ്യണമെന്ന കാര്യത്തിൽ മാത്രം എനിക്കൊരു വിട്ടുവീഴ്ചയും പറ്റില്ല. എനിക്കറിയാം, ചേച്ചിക്ക് എന്തോ മനോരോഗമാണ്. സ്വയം കഷ്ടപ്പെടുന്നതിൽ ഒരു സന്തോഷം. അല്ല, അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് കാണിച്ചാൽ മാത്രമല്ലേ ഞങ്ങളെ ശിക്ഷിക്കാൻ പറ്റൂ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കണ്ണുകളിൽ കണ്ണീരിനേക്കാൾ കൂടുതൽ പകയുണ്ടായിരുന്നു. വേണ്ട, ചേച്ചി ഞങ്ങൾക്കായിട്ട് ത്യാഗം ചെയ്യണ്ട. ഒരു ത്യാഗവും ചെയ്യണ്ട. നാളെ ഒരു കാലത്ത് ത്യാഗം ചെയ്യാമായിരുന്നു എന്ന് തോന്നുമ്പോൾ അവൾ ക്രൂരമായി ഡേസിയെ നോക്കി. അപ്പോൾ പിന്നെ ത്യാഗം ചെയ്തിട്ടും ഫലമില്ലാതെ വരരുത്. എന്നിട്ട് അവൾ സ്വന്തം മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. ജാസി, തുറക്ക്, ഞാൻ പറയട്ടെ. ഡേസി 2-3 തവണ വാതിൽക്കൽ മുട്ടി വിളിച്ചു. പക്ഷേ അവൾ തുറന്നില്ല. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നിട്ടും ജാസി അയയുന്നില്ലെന്ന് കണ്ടപ്പോൾ ഡേസി പതിയെ പുറത്തേക്കിറങ്ങി. 3 മണിയോടെ രോഗികൾ വരാൻ തുടങ്ങും. വിശക്കുന്ന വയറോടെ അവൾ വെയിൽ കടുക്കുന്ന വഴിയെ ആഞ്ഞു നടന്നു. സാവകാശം അവളെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് ഡേസി ചിന്തിച്ചു. അതിനു മുൻപ് അപ്പച്ചനോടും അമ്മച്ചിയോടും സംസാരിക്കണം. ഇക്കാര്യത്തിൽ ഇനി ഒളിച്ചുകളികൾ പറ്റില്ല. സമയം ഓടിപ്പോവുകയാണ്. പക്ഷേ ഡേസിക്ക് പിറ്റേന്ന് വീട്ടിൽ പോകേണ്ടി വന്നില്ല. പകരം വീട് അവളെ തേടി ഇങ്ങോട്ട് വന്നു. അവളുടെ ആശുപത്രിയിലേക്ക്. കുട്ടികളുടെ വാർഡിൽ നിന്ന് ഡ്യൂട്ടി റൂമിലേക്ക് വരുമ്പോൾ
ഡെയ്സി ആദ്യം തിരിച്ചറിഞ്ഞത് അമ്മച്ചിയുടെ ശബ്ദം തന്നെയാണ്. മാറത്തലച്ച് നിലവിളിക്കുന്ന ശബ്ദം. പിന്നീടാണ് ഉരുണ്ടുവരുന്ന സ്ട്രെച്ചർ കണ്ടത്. സ്ട്രെച്ചറിൽ നിന്ന് കുഴഞ്ഞു വീണ് വാടിയ വള്ളി പോലെ ആടുന്ന കൈത്തലം ഒറ്റ നോട്ടത്തിൽ ഡെയ്സി തിരിച്ചറിഞ്ഞു. തൻ്റെ കയ്യിൽ ഒരുപാട് തവണ കോർത്തു പിടിച്ചിട്ടുള്ള ഒരു കൈ, ജാസ്മിൻ്റെ കൈ. അധ്യായം 14. 2 ആഴ്ച ജയദേവൻ വല്ലാത്ത തിരക്കിലായിരുന്നു. പെട്ടെന്ന് ഡൽഹിയിൽ ഒരു സെമിനാറിന് പോകാൻ മേലുദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു. ഒരാഴ്ചത്തെ പരിപാടിയായിരുന്നു. പതിവ് പോലെ കാശ് ചെലവാക്കാൻ വേണ്ടി മാത്രമുള്ള പ്രഹസനം. പങ്കെടുക്കാൻ എത്തിയവരിൽ പലരും പഴയ സുഹൃത്തുക്കളാണെന്നതിൽ മാത്രമുണ്ടായിരുന്നു സന്തോഷം. വൈകുന്നേരമായാൽ മദ്യമൊഴുകുന്ന വിരുന്നുകൾ, രാത്രി വൈകുവോളം നീളുന്ന സംവാദങ്ങൾ. കള്ളുകുടിച്ചും ഭക്ഷണം കഴിച്ചും നിലംപരിശായി വല്ലപാടും നാട്ടിൽ തിരിച്ചെത്താൻ മോഹിച്ചിരിക്കുമ്പോഴാണ് പുറപ്പെടുന്നതിന് തലേന്ന് ഉച്ചയ്ക്ക് പത്രം ഓഫീസിൽ നിന്ന് ന്യൂസ് എഡിറ്ററുടെ വിളി. എടാ, അവിടുത്തെ സ്ഥിതി എന്തായി? അത് പറയാതിരിക്കുന്നതാണ് ഭേദം. ഇങ്ങനെ ഒരു സെമിനാർ കൂടിയുണ്ടെങ്കിൽ എൻ്റെ പടവും വാർത്തയും ചർമ്മ പേജിൽ കൊടുക്കാം. സദാനന്ദൻ സാർ പൊട്ടിച്ചിരിച്ചു. നല്ല പോളിംഗ് ആണ് അല്ലേ? സത്യം പറഞ്ഞാൽ 2 കാലിൽ നടക്കുന്ന വിധി തന്നെ മറന്നു. സദാനന്ദൻ സാർ പിന്നെയും പൊട്ടിച്ചിരിച്ചു. 2 കാലിൽ തന്നെ നടക്കണമെന്ന് ആർക്ക് നിർബന്ധം? ഡൽഹിയിൽ 4 കാലിൽ നടന്നില്ലേ? ഇനിപ്പോയി മുംബൈയിലും കുറച്ചു ദിവസം 4 കാലിൽ നടക്ക. മഹാരാഷ്ട്ര ഇലക്ഷൻ റിപ്പോർട്ടിംഗ് ആണ് സാർ ഉദ്ദേശിച്ചത്. ഡൽഹിയിൽ നിന്ന് അതുകൊണ്ട് നേരെ മുംബൈയിലേക്ക് പോകേണ്ടി വന്നു. 6-7 ദിവസം അവിടുത്തെ ബഹളം. അത് കഴിഞ്ഞപ്പോൾ അടുത്ത വിളി. എടോ, താനില്ലാതെ ഇടുക്കിയിലെ കാര്യം ആകെ കുളമായി. താനൊരു കാര്യം ചെയ്യ്. നാളത്തെ ഫ്ലൈറ്റിലിങ് പോര്. കൊച്ചിന്ന് നമ്മുടെ സത്യനെ അങ്ങോട്ട് വിടുന്നുണ്ട്. നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങുമ്പോൾ ജയദേവൻ ആകെ അവശനായി കഴിഞ്ഞിരുന്നു. തൊടുപുഴയിലേക്ക് പോകാൻ ഓഫീസിൽ നിന്ന് വണ്ടി എത്തിയിരുന്നു. കാറിൽ കയറുമ്പോൾ പെട്ടെന്ന് ജയദേവന് അമ്മയെ ഒന്ന് കാണണമെന്ന് തോന്നി. വേണോ എന്ന് കുറച്ചു നേരം തർക്കിച്ചു. മണി 2 കഴിഞ്ഞിരുന്നു. ചേട്ടനും ചേച്ചിയും കാണില്ല. കുട്ടികൾ സ്കൂളിലായിരിക്കും. അമ്മയെ ഒന്ന് കണ്ട് ചോറ് വാങ്ങിയുണ്ട് വേഗം രക്ഷപ്പെടാം. വണ്ടി കാക്കനാട്ടേക്ക് പോകട്ടെ എന്ന് ഡ്രൈവറോട് പറഞ്ഞു. കാക്കനാട്ട് ചേട്ടൻ്റെ വീട് പുതുതായി പെയിന്റ് ചെയ്തിരുന്നു. കണ്ണിൽ കുത്തുന്ന ഒരു നീലയും വെള്ളയും ഓറഞ്ചും. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി ജയദേവൻ. നീ എന്താ വഴിയിൽ നിന്ന് ചിരിക്കുക? പത്രപ്രവർത്തനം മൂത്ത് വട്ടായോ? അമ്മ കാത്തിരുന്നതുപോലെ ഓടിയിറങ്ങി വന്നു. വർണ്ണമനോഹരിയാണീ മാളിക. ജയദേവൻ അമ്മയെ ചുറ്റിപ്പിടിച്ച് നീട്ടിപ്പാടി. ഇതാ ഇപ്പോൾ ഫാഷൻ, നിനക്കറിയാഞ്ഞിട്ടാ. വരാന്തയിലേക്ക് കയറിയ പാടെ അമ്മ തളർന്നിട്ടെന്നതുപോലെ അരവിധിയിലിരുന്നു ജയദേവനെ നോക്കി. ഇതെന്തൊരു കോലം! നിനക്കെന്താടാ, ചോറിനൊന്ന പതിവൊന്നുമില്ലേ? ഞാൻ ബോംബെന്ന് വരുന്ന വഴിയല്ലേ അമ്മേ. അവിടെന്താ മനുഷ്യർ ചോറുണ്ണല്ലേ? ഇല്ലല്ലോ, അവിടെ പിണ്ണാക്കല്ലേ ഭക്ഷണം. ജയദേവൻ ചിരിച്ചുകൊണ്ട് അമ്മയെ വീണ്ടും ചുറ്റിപ്പിടിച്ചു. കളിക്കാതെ വന്ന് ചോറുതാ ശ്രീദേവി കുഞ്ഞമ്മേ. വിശന്നിട്ട് വയ്യ, എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. ശ്രീദേവി അമ്മ മകനെ ചെറുതായി തള്ളിമാറ്റി. എനിക്ക് കാണണ്ട നിന്നെ, പോയെഴുന്നേറ്റ്. ഇത് ശ്രീദേവി കുഞ്ഞമ്മയല്ല, മൂദേവി കുഞ്ഞമ്മയാണ്. മനസ്സിന് താങ്ങാൻ വയ്യാത്തതൊക്കെ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പം ആരും മൂദേവിയാകും. അമ്മ പതിയെ മൂക്കു തുടച്ചു. എനിക്കെന്താ ജീവിതത്തിൽ ഒരു സമാധാനം? ആ മലമൂട്ടിൽ കിടന്ന് നിനക്ക് വല്ല അസുഖവും പിടിച്ചാൽ നല്ല അസല് ഡോക്ടർമാരുണ്ടമ്മേ. അതോർത്ത് പേടിക്കേ വേണ്ട. പണ്ടത്തെ ഇടുക്കിയല്ല, ഇപ്പോൾ വികസനമല്ലേ. മൊത്തം വികസിച്ച് വലിയ ബലൂൺ പോലെയല്ലേ. ജയദേവൻ ചെറിയ കൊഞ്ചലോടെ അമ്മയുടെ മേലേക്ക് ചാഞ്ഞു. ചോറുതാ അമ്മേ, പോട്ടെ, പോയിട്ട് പണിയുണ്ട്. പണി? നമുക്കീ പണി വേണ്ടടാ. മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ വേറെന്തെല്ലാം പണി കിടക്കുന്നു നാട്ടിൽ. അമ്മ പരിഭവിച്ചുകൊണ്ട് എഴുന്നേറ്റു. ചോറ് വിളമ്പുമ്പോൾ അമ്മ സാവകാശം പറഞ്ഞു. നിനക്കിന്ന് പോകണോ? ഹരിക്കുട്ടന് നിന്നെ കാണണമെന്ന് കുറച്ച് ദിവസമായിട്ട് പറയുന്നു. ഹരിയേട്ടൻ എപ്പോൾ വരും? 3:30 ഒന്ന് വന്നിട്ട് പോണ പതിവുണ്ട്. എന്നാൽ പിന്നെ എനിക്കതിനു മുൻപേ പോകണം. ജയദേവൻ ഗൗരവം വിടാതെ പറഞ്ഞു. ഇന്നേതായാലും അങ്ങനെ പോകണ്ട. പുറത്തുനിന്ന് കയറി വന്ന മൃദുല പറഞ്ഞു. പെട്ടെന്ന് ചേട്ടത്തി അമ്മയെ കണ്ടപ്പോൾ ജയദേവൻ ചെറുതായി ചമ്മി. ഇന്നെന്താ ഏട്ടത്തിക്ക് ക്ലാസ്സില്ലേ? SFIക്കാർക്ക് വിവരമുണ്ട്. വീട്ടിൽ കള്ളനെപ്പോലെ പതുങ്ങി വന്ന് അമ്മയും കണ്ട് അനിയൻ കുഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ജയദേവൻ ഒന്നും മിണ്ടാതെ ഊണ് കഴിക്കുന്നത് തുടർന്നു. ചേട്ടൻ കുറച്ച് ദിവസമായി അന്വേഷിക്കുന്നു. ഏട്ടത്തി, സമയം കിട്ടണ്ടേ? ഇപ്പോൾ തന്നെ ഞാൻ ഡൽഹിന്ന് മുംബൈയിൽ ചെന്ന്. ഉവ്വ്, അനിയൻ കുഞ്ഞിന് ഒരിക്കലും സമയമില്ല. സമയമുണ്ടാകരുതെന്ന് അനിയൻ കുഞ്ഞിനൊരു പിടിവാശിയുണ്ട്. അതല്ലേ സത്യം? മൃദുല ബാഗും കുടയും പുസ്തകവും ടീപ്പോയ്മേൽ വച്ചിട്ട് വന്ന് കസേര വലിച്ചിട്ടിരുന്നു. അമ്മ അക്കാര്യം പറഞ്ഞോ? എവിടെ? ഇവൻ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ജയദേവൻ പെട്ടെന്ന് മുഖമുയർത്തി 2 പേരെയും മാറി മാറി നോക്കി. പിന്നെ കുഴിച്ചുകൊണ്ടിരുന്ന ഉരുള പാത്രത്തിലിട്ടു. മതി, ഞാൻ ഇറങ്ങുവാണ്.
ജയദേവൻ എഴുന്നേറ്റു. എവിടെ പോകുന്നു? അത് മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി. മൃദുല കൈ പിടിച്ച് ജയദേവനെ അവിടെ ഇരുത്തി. ഇങ്ങനെ ഒളിച്ചോടാൻ തുടങ്ങിയാൽ അനിയൻ കുഞ്ഞ് എവിടെയും എത്തില്ല. ഞാൻ ഒളിച്ചോടുന്നില്ലല്ലോ ഏട്ടത്തി. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ. ജയദേവൻ മൃദുലയുടെ കൈ പിടിച്ചു മാറ്റി. എഴുന്നേറ്റ് കൈ കഴുകി, മുഖം തുടച്ച് കണ്ണാടിയിൽ നോക്കി, താടി തടവി ഒതുക്കി വളരെ ശാന്തമായി അയാൾ പറഞ്ഞു, രാജിയുടെ വീട്ടുകാർ പറയുന്നത് പോലെ ചെയ്യാം. തർക്കിക്കാനോ അവർ പറയുന്നത് ശരിയല്ലെന്ന് വാദിക്കാനോ ഞാനില്ല. അന്നും ഇന്നും എൻ്റെ സ്റ്റാൻഡ് അതുതന്നെ. അവർ പറയുന്നത് അതേപടി സമ്മതിച്ചു കൊടുക്കാനോ? നല്ല കാര്യമായി. എങ്കിൽ എൻ്റെ മോൻ അഴിയെണ്ണേണ്ടി വരും. അമ്മ ക്ഷോഭിച്ചു. ചേട്ടൻ പറയുന്നത് ശരിയാ. അനിയൻ കുഞ്ഞിന് ബുദ്ധിയും പഠിത്തവും കൂടുതലുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ഒട്ടും പ്രാക്ടിക്കലല്ല. മൃദുലയും ക്ഷോഭിച്ചു. ജയദേവൻ ശാന്തമായി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. ജീവിതത്തിൽ അങ്ങനെ തിയറിയും പ്രാക്ടിക്കലും ഒന്നുമില്ല ഏട്ടത്തെ. എല്ലാം കൂടി ഒറ്റ പേപ്പറേ ഉള്ളൂ. ഒറ്റ അവസരമേ ഉള്ളൂ. ജയിച്ചാൽ ജയിച്ചു, തോറ്റാൽ തോറ്റു. അയാൾ പെട്ടെന്ന് ക്ഷീണിച്ചു. അനിയൻ കുഞ്ഞ് തോറ്റുപോയി. അങ്ങനെ വിചാരിച്ചാൽ പിന്നെ ടെൻഷനില്ല, സങ്കടമില്ല. അയാൾ അമ്മയുടെ ചുമലിൽ ചേർത്ത് പിടിച്ച് നെറുകയിലൊന്ന് മുഖമമർത്തി. പിന്നെ ആരെയും നോക്കാതെ വേഗം പടിയിറങ്ങിപ്പോയി. അമ്മ ചിലപ്പോൾ വിതുമ്പിക്കാണും. ജയദേവൻ നോക്കിയില്ല. കാറിലിരിക്കുമ്പോൾ അയാൾ അമ്മയെയോ ഏട്ടനെയോ ഏട്ടത്തിയെയോ ഓർത്തില്ല. സീറ്റിലേക്ക് ചാരി കണ്ണടച്ചു. അപ്പോഴേ ഉറങ്ങുകയും ചെയ്തു. ഉറക്കം കൊണ്ട് ഒരു സൗകര്യമുണ്ട്. സ്വപ്നം കാണാം. രാജിയെ. വളരെ പ്രാക്ടിക്കലായ ഒരു സ്വപ്നം. 2-3 ദിവസം വലിയ തിരക്കായിരുന്നു. പോകും മുമ്പ് പകുതിയാക്കിയ ജോലികൾ, പകരം വന്നയാൾ പകുതിയാക്കിയ ജോലികൾ. അതിനിടെ 3-ാം ദിവസം വൈകുന്നേരം ഫോട്ടോഗ്രാഫർ റഷീദിന് ചുമ. കൊക്കി ചുമ അസഹ്യമായപ്പോൾ ജയദേവൻ പറഞ്ഞു, പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങ് റഷീദെ. വെറുതെ ചുമച്ച് തൊണ്ടയെ മുറിപ്പെടുത്താതെ. അതൊക്കെ ഇനി കോട്ടയത്ത് ചെന്നിട്ട്. റഷീദ് തൊണ്ട കാറി ചുമച്ചു. ഇവിടുത്തെ ഡോക്ടർമാരെ എനിക്കത്ര വിശ്വാസം പോരാ. നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ചെന്നാൽ പോരെ? ഡോക്ടർ ഡെയ്സി ഉണ്ടല്ലോ, നല്ല ഡോക്ടറല്ലേ? ജയദേവൻ ചോദിച്ചു. സത്യത്തിൽ അപ്പോഴാണ് അയാൾക്ക് ഡെയ്സിയെ ഓർമ്മ വന്നത്. ഒടുവിൽ കണ്ടപ്പോൾ അവൾ കരഞ്ഞ കാര്യം അയാൾ ഓർത്തു. പക്ഷേ താൻ അവളുടെ കണ്ണുനീർ തുടച്ചത് എന്തുകൊണ്ടോ ഓർമ്മ വന്നില്ല. ഓ, ഡെയ്സി ഡോക്ടർ പോയില്ലേ? കേട്ടിരുന്ന ശിവദാസൻ ചോദിച്ചു. ജയദേവൻ അമ്പരന്നു. പോയോ? എവിടെ? ഓ, അവർ ലീവെടുത്തു. കരടിപ്പാറയിൽ പുതുതായി തുടങ്ങിയ പ്രൈവറ്റ് ആശുപത്രിയിൽ ചേർന്നു. ജയദേവൻ ഞെട്ടിപ്പോയി. ഡോക്ടർ ഡെയ്സിയോ? അവിടെ രോഗികളൊക്കെ കരച്ചിലായിരുന്നു. ആകെയുണ്ടായിരുന്നത് അവരാ. ഇനിയൊക്കെ കണ്ടറിയണം. ജയദേവൻ വല്ലാതെ നിശബ്ദനായിപ്പോയി. എന്നാലും ഡെയ്സി പോയല്ലോ. അവരുടെ കുടുംബത്തിനു വേണ്ടി ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരുമെന്ന് അവൾ പറഞ്ഞിരുന്നു. എന്നാലും ജയദേവന് പെട്ടെന്ന് ഈർഷ്യയും അമർഷവും തോന്നി. എന്തുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ? എന്തിനാണ് ഓരോ ആളും ചെറിയ ചെറിയ ലാഭങ്ങൾക്കായി നന്മ ബലി കഴിക്കുകയും പണയം വയ്ക്കുകയും ചെയ്യുന്നത്? ഡോക്ടർ ഡെയ്സിക്ക് ദാരിദ്ര്യമുണ്ട്. അത് ജയദേവന് അറിയാമായിരുന്നു. എന്നാലും പിടിച്ചു നിന്നില്ലേ ഇത്ര കാലവും? ബാക്കി കൂടി പിടിച്ചു നിൽക്കാമായിരുന്നു. യുദ്ധം ചെയ്യാമായിരുന്നു. യുദ്ധത്തിൻ്റെ നടുവിൽ ആയുധം വെച്ച് കളം മൊഴിയുന്ന പോരാളികളോട് തോന്നുന്ന അവജ്ഞ ജയദേവന് തോന്നി. എന്തുകൊണ്ടോ അതുവരെ തോന്നിയ ഇഷ്ടം മാഞ്ഞു. ഡോക്ടർ ഡെയ്സി, മറ്റൊരു ഡോക്ടർ. ഒരു വശത്ത് ദാരിദ്ര്യവും മറുവശത്ത് പണച്ചാക്കം കാണുമ്പോൾ കണ്ണു മഞ്ഞളിച്ചു പോകുന്ന സാധാരണക്കാരിയായ ഒരു സ്ത്രീ. നല്ലത് വരട്ടെ, അയാൾ അരിശത്തോടെ വിചാരിച്ചു. 2 തവണ താലൂക്ക് ആശുപത്രിയുടെ അടുത്തുകൂടി യാത്ര ചെയ്തപ്പോഴും അയാൾ അവളെക്കുറിച്ച് ഓർത്തതേയില്ല. ഓർത്തിരുന്നെങ്കിലും അവളെ കാണാൻ ശ്രമിക്കുമായിരുന്നില്ല. പക്ഷേ ഡെയ്സിക്ക് അതുപോലെ ജയദേവനെ മറക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൾ അയാളെ തേടി ബ്യൂറോയിൽ ചെന്നു. പടി കടന്നു ചെല്ലുമ്പോൾ ജയദേവൻ കമ്പ്യൂട്ടറിൽ വളരെ ശ്രദ്ധയോടെ എന്തോ വായിക്കുകയായിരുന്നു. വാതിൽക്കൽ പശയിട്ട കോട്ടൺ സാരിയുടെ ഒച്ച കേട്ടപ്പോൾ തല ഉയർത്തി നോക്കി. വെള്ളയിൽ ഇളം നീല വരകളുള്ള സാരിയാണ് ആദ്യം കണ്ടത്. ഡെയ്സിയാണ് എന്ന് പിന്നീടാണ് ശ്രദ്ധിച്ചത്. എന്നിട്ടും മുഖത്ത് ഭാവഭേദമുണ്ടായില്ല. ഇരിക്കൂ. വളരെ സൗമ്യമായി എന്നാൽ വളരെ ഗൗരവത്തോടെയാണ് ജയദേവൻ സംസാരിച്ചത്. അത് അന്ന് കണ്ട ജയദേവനല്ല എന്ന് അവൾക്ക് പെട്ടെന്ന് തോന്നി. ആ ഉച്ചയ്ക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച, കണ്ണീർ തുടച്ചു തന്ന ജയദേവൻ. ഡെയ്സിക്ക് അയാളുടെ മുഖത്തു നോക്കാൻ ചെറിയ വൈമനസ്യം തോന്നി. എങ്കിലും അവൾ ജയദേവന് മുന്നിൽ കസേര വലിച്ചിട്ടിരുന്നു. ജയദേവൻ കമ്പ്യൂട്ടറിലേക്ക് തന്നെ വീണ്ടും ശ്രദ്ധിച്ചു. എന്തുണ്ട് ഡോക്ടർ വിശേഷം? തണുത്ത സ്വരത്തിൽ ജയദേവൻ ചോദിച്ചു. ഡെയ്സിക്ക് വല്ലായ്മ വർദ്ധിച്ചു. ഒരു ചെറിയ വിശേഷം. അനീത്തിയുടെ കല്യാണമാണ്. ഓ, ഈ ഞായറാഴ്ച ഉറപ്പിക്കൽ. നന്നായി. അയാൾ മൗസ് ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. എന്നെയോ? പെട്ടെന്ന് ജയദേവൻ അവളെ തറപ്പിച്ചു നോക്കി. അതെ, കല്യാണം ചെറുക്കൻ കൂട്ടരാണ് നടത്താറ്.
ഉറപ്പിക്കൽ ഞങ്ങളും. ചെറിയ പാർട്ടിയേ ഉണ്ടാകൂ. ഞാൻ 3 പേരെയേ ക്ഷണിക്കുന്നുള്ളൂ. ഫ്രാൻസിസ് അച്ഛനും സദാശിവൻ സാറും. പിന്നെ ജയദേവൻ ഒന്നും മിണ്ടിയില്ല. വരുമല്ലോ. ജയദേവന്റെ മുഖത്തെ കാഠിന്യത്തിന്റെ അർത്ഥം മനസ്സിലാകാതെ ഡെയ്സി പിന്നെയും ചോദിച്ചു. നോക്കട്ടെ. ഒന്നാമത് ഞാൻ വിവാഹങ്ങൾക്ക് പോകാറില്ല. വെറുതെ സമയനഷ്ടം, പണനഷ്ടം. അതുകൊണ്ടാണോ കല്യാണം കഴിക്കാത്തത്? അവൾ പെട്ടെന്ന് ചോദിച്ചു. ജയദേവൻ ഡെയ്സിയെ തറപ്പിച്ചു നോക്കി. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഡെയ്സി പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റു. സോറി, ഞാൻ. അവൾ വേഗം കസേര വലിച്ചു നീക്കി എഴുന്നേറ്റു. ജയദേവൻ രോഷത്തോടെ വീണ്ടും കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ സദാശിവൻ കയറി വന്നു. എന്തിനാ സാറേ ആ ഡോക്ടർ വന്നത്? വന്നത് കല്യാണം ക്ഷണിക്കാൻ. അതിനെന്തിനാ അവർ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയത്? ജയദേവന് പെട്ടെന്നൊരു ജാളിത തോന്നി. എനിക്കറിഞ്ഞുകൂടാ. അവർ കരയാൻ മാത്രം ഒന്നും ഞാൻ പറഞ്ഞില്ല. അവരിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുഖം വല്ലാതിരുന്നു. പിന്നെ ഗേറ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ 2 കണ്ണും തുവാല കൊണ്ട് തുടയ്ക്കുന്നത് കണ്ടു. അത് കണ്ണിൽ വല്ല കരടും പോയി കാണും. ദയവ് തോന്നാതെ ജയദേവൻ പറഞ്ഞു. അയാൾക്ക് കാരണമില്ലാതെ അരിശം പുകയുകയായിരുന്നു. ഡെയ്സി എന്തിനാണ് സർക്കാർ ആശുപത്രി വിട്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ ചേർന്നത്? എന്തിനാണ് അവരെ വിശ്വസിച്ച രോഗികളെ കൈവിട്ടത്? അതിലേറെ തൻ്റെ സ്വകാര്യങ്ങളിൽ ഇടപെടുന്നത്. 2 ദിവസം കഴിഞ്ഞ് ജയദേവന്റെ ഓഫീസിൽ ഫാദർ ഫ്രാൻസിസും മറ്റു 2 പേരും എത്തി. നമ്മളിവിടെ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. ജയദേവൻ സഹായിക്കണം. ഡോക്ടർമാരെവിടുന്ന? ജയദേവൻ ചോദിച്ചു. ഡെയ്സിയുണ്ട്. പിന്നെ കണ്ണിൻ്റെയും കാതിൻ്റെയും ഒക്കെ ഡോക്ടർമാർ വേറെ വരും. ഒക്കെ ഡെയ്സിയ സംഘടിപ്പിക്കുന്നത്. അവളുടെ കൂടെ പഠിച്ച പിള്ളേര്. ജയദേവൻ ഈർഷ്യയോടെ ചിരിച്ചു. വാർത്ത കുറിച്ചെടുത്തു കഴിഞ്ഞ് കൂടെ വന്നവർ പുറത്തുപോയപ്പോൾ ഫാദർ ഫ്രാൻസിസ് ജയദേവനോട് സൗമ്യമായി പറഞ്ഞു. എന്നാലും അന്ന് ഡെയ്സിയോട് അങ്ങനെ പറഞ്ഞത് കഷ്ടമായിപ്പോയി. അവൾ വല്ലാതെ സങ്കടപ്പെട്ടു. ജയദേവന്റെ മുഖം ചുവന്നു. ഡെയ്സി എന്താണ് ഫാദറിനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലായില്ല. അയാൾ എന്തു പറയണമെന്നറിയാതെ വിഷമിച്ചു. അവളൊരു പാവമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ എത്തിയ പാട് എനിക്ക് കുറച്ചൊക്കെ അറിയാം. ജയദേവൻ ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിൽ തന്നെ അവൾ ആകെ തകർന്നിരിക്കുകയായിരുന്നു. അനീത്തയുടെ കാര്യം അറിഞ്ഞില്ലേ? കല്യാണം ഉറപ്പിച്ചതല്ലേ? അറിഞ്ഞു. ഡെയ്സി പോയി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തതും അറിഞ്ഞു. കൊള്ളാം. ചേച്ചിയുടെയും അനിയത്തിയുടെയും ഭാവി ശോഭനമായി. ജയദേവൻ എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. ഫാദർ കാരുണ്യത്തോടെ പറഞ്ഞു. പാവം, അവൾ തീരെ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അതിന് സമ്മതിച്ചത്, അനിയത്തിയെ രക്ഷിക്കാൻ. ജയദേവൻ കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ചിരിച്ചു. അതൊക്കെ ഒരു ന്യായീകരണമല്ലേ ഫാദർ? എല്ലാവരെയും പോലെ ഡെയ്സിയും. അത്രയും പറഞ്ഞാൽ മതി. അത് ഞാൻ സമ്മതിച്ചു തരത്തില്ല ജയദേവൻ. എല്ലാവരെയും പോലെയല്ല. എനിക്കിപ്പോൾ അവരെങ്ങനെയായാലും ആരെപ്പോലെ ആയാലും ഒന്നുമില്ല. പക്ഷേ വലിയ വാചകമടിച്ചു കേട്ടു. കടം, കടപ്പാട്, രോഗികളോടുള്ള പ്രതിബദ്ധത. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം അതിനു നേരെ വിപരീതമായി പ്രവർത്തിച്ചെന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു അനിയത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചാൽ പിന്നെ അവൾ എന്തു ചെയ്യണം? പെട്ടെന്ന് ഫാദർ ചോദിച്ചു. ജയദേവൻ ഞെട്ടിപ്പോയി. അനിയത്തി? ഞരമ്പ് മുറിച്ചു. അവൾ 2-3 മാസം ഗർഭിണിയായിരുന്നു. അവൻ അവളെ കെട്ടണമെങ്കിൽ ഡെയ്സി ഈ ആശുപത്രിയിൽ ചേരണമെന്ന നിർബന്ധം. അവൾക്ക് വേറെന്തു മാർഗം? ജയദേവന് പെട്ടെന്നൊരു കുറ്റബോധം തോന്നി. അവളുടെ കരച്ചിൽ കാണുന്ന ഒരാൾ ഞാനാണ്. അതുകൊണ്ട് പറഞ്ഞൊന്നേയുള്ളൂ. ഫാദർ യാത്ര പറഞ്ഞിറങ്ങി. ഞായറാഴ്ച ജാസ്മിൻ്റെ മനസ്സമ്മതത്തിന് ജയദേവൻ എത്തി. ജയദേവനെ കണ്ടപ്പോൾ ഡെയ്സിക്ക് മനസ്സിൽ ചെറിയ തണുപ്പ് തോന്നി. ലഞ്ച് കഴിഞ്ഞിറങ്ങുമ്പോൾ ജയദേവൻ ഡെയ്സിയെ പ്രത്യേകം തേടിപ്പിടിച്ചു. ഡെയ്സി എന്നാണ് ജോയിൻ ചെയ്യുന്നത്? ജോയിൻ ചെയ്തു 2 ആഴ്ചയാകുന്നു. അവളുടെ ശബ്ദത്തിൽ ചെറിയ വിതുമ്പൽ നിറഞ്ഞു. പിന്നെ അന്ന് ഞാൻ വേദനിപ്പിച്ചു അല്ലേ? ഇല്ല. ഡെയ്സിയുടെ സ്വരം ശാന്തമായിരുന്നു. അന്ന് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞില്ല. അതിൻ്റെ മറുപടി? വേണ്ട, പറയണ്ട. ഡെയ്സി തടഞ്ഞു. അവൾ അയാളുടെ കണ്ണുകളിലേക്ക് തർപ്പിച്ചു നോക്കി. ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. ഇപ്പോൾ ജയദേവന്റെ മുഖം വിവരണമായി. അധ്യായം 15. പണത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും അടയാളങ്ങളായിരുന്നു എവിടെയും. ഡെയ്സിക്ക് അസ്വസ്ഥത തോന്നി. പുത്തൻ പട്ടുസാരികൾ ഉലയുന്നതിൻ്റെ കശകശ ശബ്ദം, ഭാരിച്ച സ്വർണ്ണവളകളുടെ കിലുക്കം, രത്നക്കല്ലുകളുടെ തിളക്കം, കസവിൽ മുക്കിയെടുത്തതുപോലെ തോന്നിക്കുന്ന പട്ടുസാരി ഉടുത്തു നിൽക്കുന്ന ജാസ്മിൻ്റെ വയർ ലേശം ഉന്തി നിൽക്കുന്നതിലേക്ക് ഡെയ്സിയുടെ നോട്ടം അറിയാതെ പാളി വീണുകൊണ്ടിരുന്നു. അവൾക്ക് വിഷമവും അരിശവും തോന്നി. അവൾ ബന്ധുക്കളുടെ കൂട്ടത്തിൽ നിന്ന് പതിയെ പിന്നോക്കം മാറി. പള്ളിയുടെ വടക്കേ വാതിലിലൂടെ പുറത്തേക്കിറങ്ങി ഭിത്തിയിൽ ചാരി നിന്നു. കുന്നിൻ ചെരുവിൽ നിന്ന് ഒരു കാറ്റ് വീശിയടിച്ചു. ഡെയ്സിക്ക് ആശ്വാസം തോന്നി.
മനസ്സിലും ഭാരമൊഴിയുന്നതിൻ്റെ ലാഘവം തോന്നി. ഒരു വലിയ ജോലി തീരുന്നു. ജാസ്മിൻ എന്ന ജോലി, ബാധ്യത. അതിനുവേണ്ടി തൻ്റെ ജീവിതം പണയം വയ്ക്കപ്പെട്ടെന്നത് അവൾ മറക്കാൻ ശ്രമിച്ചു. ഡോക്ടർ എന്താ ഇങ്ങ് മാറി നിൽക്കുന്നേ? ഒരു വൃദ്ധനായിരുന്നു അത്. പെട്ടെന്ന് ഓർമ്മ വന്നില്ല. കൂനിയുള്ള നടപ്പും ചുളിവ് വീണ മുഖവും. ഡോക്ടർക്ക് മനസ്സിലായില്ലയോ? എനിക്ക് പണ്ട് മരുന്ന് തന്നിട്ടുണ്ട്. പനിയായിട്ട് ഇരുളു വെളിവില്ലാതെ ഞാൻ ആസ്പത്രി വന്നപ്പം ഡോക്ടർ അല്ലയോ എനിക്ക് കട്ടൻ ചായ വാങ്ങിച്ചു തന്നത്? ഡെയ്സി അറിയാതെ ചിരിച്ചുപോയി. പെട്ടെന്ന് ഓർമ്മ വന്നു. അവിര, വയസ്സ് 86, എലിപ്പനി, തീരെ അനുസരണയില്ലാത്ത രോഗി, ബന്ധുക്കളില്ല, സഹായികളില്ല. താലൂക്ക് ആശുപത്രിയുടെ മുന്നിലുള്ള കടത്തെണ്ണയിൽ വിറച്ചു കിടക്കുന്നത് കണ്ട ആരോ ആശുപത്രിയിലാക്കി. ഡെയ്സി ചാർജ് എടുത്ത ഉടനെയായിരുന്നു. അവിരാച്ചേട്ടൻ എന്താ ഇവിടെ? ഡെയ്സി അന്വേഷിച്ചു. എൻ്റെ വീട് ഇവിടെ അല്ലയോ? പള്ളിയിലെ പണിയൊക്കെ ചെയ്യും. അതുകൊണ്ട് കല്യാണം ആണേലും മാമോദിസയാണേലും എനിക്കൊരു അവകാശമുണ്ട്. ഞാനന്ന് ഡോക്ടറുടെ നാട്ടിൽ നേരിമംഗലം പള്ളിയിൽ വന്നതാ. അന്നേരമാ അസുഖം വന്നത്. അയാൾ ചിരിച്ചു. അത് ദൈവകൃപയായി. അവിടെ വെച്ച് അസുഖം വരാനും ഡോക്ടർ ചികിത്സിക്കാനും. സത്യം പറയാമല്ലോ ഡോക്ടറെ, എനിക്കിനി എന്നെ അസുഖം വന്നാലും അങ്ങോട്ടേ വരൂ. ഡെയ്സിയുടെ മുഖം വാടി. ഞാനിപ്പോൾ ആ ആശുപത്രിയിലല്ല അവിരാച്ചേട്ടാ. അല്ലയോ? എവിടാന്ന് പറ. ഈ അവിര അങ്ങോട്ട് വരും. ഡെയ്സിക്ക് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ഞാനിപ്പോൾ കരടിപ്പാറയിൽ ഹോളി മദർ ആശുപത്രിയിലാ. പ്രൈവറ്റ് ആശുപത്രിയാ. അവിരയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവിടെ നിരാശ നിഴലിച്ചു. ഓ, എന്നാ പിന്നെ ഒരുപാട് കാശാകും. ഞങ്ങളെപ്പോലുള്ളവർക്ക് വരാൻ പറ്റുകയില്ല. അങ്ങോട്ട് എത്തിനോക്കാൻ തന്നെ പറ്റുകയില്ല. ഡെയ്സിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. വല്ലതും വന്നു പോയാലും ഡോക്ടറുണ്ടല്ലോ എന്ന ഒരു സമാധാനമുണ്ടായിരുന്നു. ഇനിയിപ്പം വരുന്നതുപോലെ വരട്ടെ. അയാൾ യാത്ര പറഞ്ഞു പിരിഞ്ഞപ്പോൾ ഡെയ്സിയുടെ മനസ്സിടിഞ്ഞു. പരാജയപ്പെട്ടതുപോലെ ഒരു തോന്നൽ. അതെ, പരാജയം തന്നെ. ജീവിതത്തിൽ ആദ്യത്തെ. ഭക്ഷണമില്ലാതെ, പുസ്തകമില്ലാതെ, പരീക്ഷ എഴുതിയിട്ടും തോറ്റിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവളുടെ കണ്ണുകൾ പതിയെ നനഞ്ഞു. അവൾക്ക് തന്നോട് തന്നെ അരിശം തോന്നി. അർത്ഥമില്ലാത്ത കണ്ണുനീർ. താഴെ റിസപ്ഷൻ ഹാളിൽ വിരുന്നിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് കാണാമായിരുന്നു. ഡെയ്സിയെ, നീ ഇവിടെ നിൽക്കുവാന്നോ? ത്രേസ്യാമ്മ പരിഭവത്തോടെ ഓടിവന്നു. ദാണ്ടെ, കെട്ടൊക്കെ കഴിഞ്ഞു. നീ അങ്ങോട്ട് ചെല്ല്. എല്ലാവരും നിന്നെയല്ലയോ അന്വേഷിക്കുന്നേ? ഡെയ്സി മുഖം അമർത്തി തുടച്ചു. എന്നാ വലിയ ആൾക്കാരാ. നമ്മുടെ പെണ്ണിൻ്റെ ഭാഗ്യമാ ഇങ്ങനൊരു കുടുംബത്തിൽ ചെന്ന് കയറിയത്. ത്രേസ്യാമ്മ വെളുക്കെ ചിരിച്ചു. ഡെയ്സി ചിരിക്കാൻ ശ്രമിച്ചു. അവൾക്ക് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. എവിടെയോ ചില പൊരുത്തക്കേടുകൾ അവൾ കാണുന്നുണ്ടായിരുന്നു. തൻ്റെയും അലക്സിൻ്റെയും കുടുംബക്കാർ തമ്മിലുള്ള പൊരുത്തക്കേട്. അലക്സിൻ്റെ ബന്ധുക്കളുടെ മുഖത്ത് ഒരു വല്ലാത്ത പരിഹാസം നിറഞ്ഞു നിന്നു. പരിഹാസമോ സഹതാപമോ ഡെയ്സിക്ക് മനസ്സിലായില്ല. അമ്മച്ചി വിളിച്ചിടത്തേക്ക് നടക്കുമ്പോൾ ഡെയ്സിക്ക് തലവേദനിക്കുന്നതുപോലെ തോന്നി. അലക്സിൻ്റെ ബന്ധുക്കൾ നിൽക്കുന്നിടത്തേക്കാണ് ഡെയ്സിയെ ത്രേസ്യാമ്മ കൊണ്ടുപോയത്. കെട്ടുകഴിഞ്ഞ് പെണ്ണും ചെറുക്കനും പുറത്ത് വീഡിയോഗ്രാഫറുടെ പിന്നാലെ നടക്കുന്നത് കാണാമായിരുന്നു. അലക്സിൻ്റെ അപ്പനമ്മമാരുടെ അടുത്തേക്കാണ് ത്രേസ്യാമ്മ ഡെയ്സിയെ വിളിച്ചുകൊണ്ടുപോയത്. ചേട്ടത്തിയ കല്യാണം നടത്തുന്നതെന്നറിയാം. അത് പിന്നെ അങ്ങനെയാണല്ലോ വേണ്ടത്. അലക്സിൻ്റെ അപ്പൻ പീലിപ്പോസ് പറഞ്ഞു. കറുത്ത് നന്നേ തടിച്ചൊരു രൂപമായിരുന്നു അയാളുടേത്. വെളുത്ത ഷർട്ടും മുണ്ടും. അലക്സിൻ്റെ അമ്മ അന്നമ്മ ഇളം നിറത്തിലുള്ള പട്ടുസാരിയാണ് അണിഞ്ഞിരുന്നത്. അവരുടെ മുഖത്ത് സദാ അസംതൃപ്തി നിറഞ്ഞ ഭാവമായിരുന്നു. നടത്തൂന്നു പറഞ്ഞാൽ ഇങ്ങനെ നടത്താൻ ആരെക്കൊണ്ടാ മേലാത്തെ? അന്നമ്മ ചോദിച്ചു. ഡെയ്സിക്ക് വല്ലായ്മ തോന്നി. നീ മിണ്ടാതിരി അന്നമ്മേ. ഞാൻ പറയാം കൊച്ചേ. ഞാൻ പറഞ്ഞത് നമ്മൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ചില മര്യാദയൊക്കെ ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലായില്ല. അല്ല, ഒരു പെണ്ണിനെ ഇറക്കി വിടുമ്പം ചില മര്യാദയൊക്കെയുണ്ട്. ഡെയ്സി ഒന്ന് അമ്പരന്നു. സ്ത്രീധനത്തെക്കുറിച്ചാണോ ഇവർ പറഞ്ഞു വരുന്നത്? അവളുടെ ചങ്കിടിച്ചു. കുരുവിളച്ചായൻ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കർത്താവ് ഈശോമിശിഹായെപ്പോലെ തന്നെയാ. ഞങ്ങളുടെ കുടുംബത്തെ കരകയറ്റിയത് പുള്ളിക്കാരനാ. ഇപ്പോഴും എന്നതേലും വേണ്ടി വന്നാൽ ഞങ്ങൾ അങ്ങോട്ടാ ഓടുന്നത്. കല്യാണത്തിൻ്റെ മുഴുവൻ ചെലവും കുരുവിളച്ചായന വഹിക്കുന്നത്. ആ ചെലവ് നിങ്ങൾ ലാഭിച്ചു. എന്നാ പിന്നെ സ്ത്രീധനമായിട്ട് ഒരു തുകയെങ്കിലും തരാമായിരുന്നു. ഡെയ്സിക്ക് ലേശം അരിശം വന്നു. സ്ത്രീധനം ആവശ്യമില്ലെന്ന നിലപാടിലായിരുന്നല്ലോ കല്യാണം. അത് പറഞ്ഞത് ഞങ്ങളുടെ മര്യാദ, ഞങ്ങളുടെ ചെറുക്കൻ്റെ പൊട്ടത്തരം, അല്ലേൽ കുരുവിളച്ചായൻ്റെ നല്ല മനസ്സ് എന്നുവെച്ച് നിങ്ങളും കുറച്ച് മര്യാദ കാണിക്കണ്ടായോ? അവർ പറയുന്നതിൽ ന്യായമുണ്ട്. കേട്ടുനിന്ന ത്രേസ്യാമ്മ പറഞ്ഞു. നമ്മുടെ കൊച്ചിന് നമ്മളൊന്നും കൊടുക്കാതെ വിടുന്നത് മോശമാ ഡെയ്സി. ഡെയ്സി നിറയാൻ തുടങ്ങിയ കണ്ണുകൾ നിയന്ത്രിച്ചു. ഡെയ്സിയും അലക്സിൻ്റെ അപ്പനമ്മമാരും ത്രേസ്യാമ്മയും കൂടി നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടെന്ന പോലെ ബറീച്ചനടുത്തേക്ക് വന്നു. എന്നാ ഇവിടെ വലിയ ചർച്ച?
പടം പിടിക്കുന്നിടത്തൊക്കെ പോകണ്ടായോ? പടം പിടിക്കുന്നതല്ലല്ലോ വലിയ കാര്യം, ത്രേസ്യമ്മ പരിഭവിച്ചു. ഞങ്ങളിവിടെ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. പെണ്ണിന് നമ്മൾ വല്ലോം കൊടുക്കേണ്ടതല്ലയോ? അക്കാര്യമൊന്നും ആരും പറയുന്നില്ല. അതിപ്പം നമ്മുടെ പെണ്ണിന് നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴാണേലും കൊടുക്കും. അതിനിപ്പം കൂടുതൽ പറയാനെന്നാ? പറീച്ചൻ വളരെ നിസ്സാരമായി ചോദിച്ചു. ഡെയ്സി വാക്കുകൾ നഷ്ടപ്പെട്ടു നിന്നു. എപ്പോഴാന്നേലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് നേരത്തെ കാലത്തെ കൊടുക്കുന്നതല്ലയോ പറീച്ച നല്ലത്? അലക്സിന്റെ അപ്പൻ ഒരു ചിരി ചിരിച്ചു. എന്റെ ചെറുക്കന് നല്ല സ്ത്രീധനം കിട്ടുമായിരുന്നു. കുരുവിളച്ചായന്റെ നിർബന്ധം കൊണ്ട് മാത്രമാ ഞങ്ങളീ കല്യാണത്തിന് സമ്മതിച്ചത്. കുരുവിളച്ചായൻ പറഞ്ഞു, നിങ്ങളൊന്നും അറിയണ്ട, ഞാൻ നടത്തിക്കോളാം. അത് അങ്ങേരുടെ നല്ല മനസ്സ്. എന്നുവെച്ച് നമ്മൾ നനഞ്ഞിടം കുഴിക്കുന്നത് നല്ലതാണോ? നിങ്ങൾ കൊടുക്കുന്നുണ്ടേൽ അത് നിങ്ങളുടെ കൊച്ചിന്റെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി തന്നെ. ഡെയ്സിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ വേണ്ടത് എന്താന്ന് വെച്ചാൽ ചോദിക്ക്, ഞങ്ങളെക്കൊണ്ടാവുന്നത് തരാം. ത്രേസ്യാമ്മ ഉഷാറായി പറഞ്ഞു. കൂടുതലൊന്നും ചോദിക്കുന്നില്ല. എന്റെ പെണ്ണിന് ഞാൻ വീതം കൊടുത്ത 20 സെന്റ് സ്ഥലമുണ്ട്. സെന്റിന് 50,000 മതിപ്പ് വിലയുള്ള പുരയിടമ. ഈ സ്ഥലം ഇവിടെ കിടന്നുകൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവുമില്ല. അവരുടെ സ്ഥലത്തോട്ട് ചേർന്ന് കുറച്ച് സ്ഥലം വിൽക്കാനുണ്ട്. ഇതങ്ങ് കൊടുത്തിട്ട് അത് വാങ്ങിക്കണമെന്ന അവരുടെ മനസ്സിൽ. അതിന് 5 ലക്ഷം വേണം. ഇപ്പം അത്രയും കാശുണ്ടേൽ അതങ്ങ് നടക്കും. 5 ലക്ഷമോ? ഡെയ്സി ഞെട്ടലോടെ ചോദിച്ചു. അത് ഞങ്ങളേറ്റു. നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. വറീച്ചൻ അതിലേറെ ഉഷാറായി. വാക്കാന്നേ? ഫിലിപ്പോസ് ചോദിച്ചു. ഈ പള്ളിക്കകത്തുനിന്ന് പറയുന്നതാ. വറീച്ചൻ വാക്ക് പറഞ്ഞാൽ വാക്ക് തന്നെയാ. ഡെയ്സിക്ക് കാലുകൾ ആടുന്നതുപോലെ തോന്നി. വാക്ക്, അപ്പന്റെ വാക്ക്. 5 ലക്ഷം. അവൾക്ക് വല്ലാത്ത അരിശം വന്നു. ഒരക്ഷരം പറയാതെ അവൾ തിരിഞ്ഞു നടക്കാനൊരുങ്ങി. അതെന്നാ ഡെയ്സിയൊന്നും പറയാതെ പോകുന്നേ? പിണങ്ങിപ്പോകുവന്നോ? അന്നമ്മ ചോദിച്ചു. അപ്പൻ വാക്ക് പറഞ്ഞല്ലോ. ഡെയ്സി ചിരിക്കാൻ ശ്രമിച്ചു. അത് കേട്ടാൽ മതി. ഞങ്ങൾ പടം പിടിക്കുന്നിടത്തോട്ട് ചെല്ലട്ടെ. ഫിലിപ്പോസും അന്നമ്മയും പോയപ്പോൾ വറീച്ചൻ പെട്ടെന്ന് ഡെയ്സിയുടെ നേരെ തിരിഞ്ഞു. അതെന്നാടി നീ അങ്ങനൊരു വർത്തമാനം പറഞ്ഞത്? അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ത്രേസ്യാമ്മ ഇഷ്ടക്കേടോടെ പറഞ്ഞു. അപ്പൻ വാക്കു കൊടുത്തെങ്കിൽ അത് പാലിക്കേണ്ടത് മക്കളുടെ ജോലിയാ. മക്കളോട് അന്വേഷിച്ചിട്ടല്ലല്ലോ വാക്കു കൊടുത്തത്. ഡെയ്സി ശാന്തമായി പറഞ്ഞു. അത് കൊടുക്കേണ്ടെന്നാണോ നീ പറയുന്നത്? അപ്പന്റെ കയ്യിലുണ്ടേൽ കൊടുക്കണം. വേണ്ടെന്ന് ഞാൻ പറയില്ല. ഓ, അവിടെ വർത്താനം കേട്ടോടി ത്രേസ്യ. അപ്പനൊന്നുമില്ലാത്ത തെണ്ടിയാണെന്ന്. അവള് വലിയ ഡോക്ടർ. കൊടികെട്ടിയ കേമി. വറീച്ചൻ പല്ലു കടിച്ചു. ഡെയ്സി ഒരക്ഷരം മിണ്ടാതെ വേഗം അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. അവൾക്ക് ഹൃദയം പൊടിയുന്ന വേദന തോന്നി. 5 ലക്ഷം രൂപ എത്ര നിസ്സാരമായി അപ്പൻ പറഞ്ഞു. കല്യാണ ചെലവുകൾക്കായി 1 ലക്ഷത്തോളം വേണ്ടിവന്നു. അതുണ്ടാക്കിയ പാട് ഡെയ്സി ഓർക്കാതിരിക്കാൻ ശ്രമിച്ചു. കല്യാണം കഴിഞ്ഞ പാടെ ഡെയ്സി ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങിപ്പോയി. ഹോളി മദർ ഹോസ്പിറ്റലിന്റെ പണി പൂർത്തിയായിരുന്നില്ല. തൽക്കാലം കാഷ്വാലിറ്റിയും ഗൈനിക് വാർഡും കാർഡിയോളജി വാർഡും മാത്രമേ തീർന്നിട്ടുള്ളൂ. ഒരു വശത്ത് പണി നടക്കുകയാണ്. ആശുപത്രിയോട് ചേർന്ന് ഡോക്ടർമാർക്കായി 4-5 വീടുകൾ ഒരുക്കിയിരുന്നു. അതിലേറ്റവും ചെറിയ ഒരു 2 ബെഡ്റൂം വീടാണ് ഡെയ്സി തിരഞ്ഞെടുത്തത്. സർക്കാർ ക്വാർട്ടേഴ്സിൽ നിന്ന് സാധനങ്ങളൊക്കെ ഡെയ്സി പുതിയ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിക്കഴിഞ്ഞിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു അവിടെ. 2 ബെഡ്റൂമിലും കട്ടിൽ, അലമാരകൾ, മേശകൾ, ഡ്രോയിങ് റൂമിൽ സോഫ സെറ്റുകൾ, അടുക്കളയിൽ ഗ്യാസ് സ്റ്റൗ ഉൾപ്പെടെ എല്ലാം. ഫാനും AC-യും മാർബിൾ തറയുമുണ്ട്. എന്നിട്ടും പുതിയ വീട്ടിൽ അവൾക്ക് ചെറിയ ശ്വാസമുട്ടൽ തോന്നി. ജനാല തുറന്നാൽ പന്തലിച്ച വാഗമരങ്ങളുടെ തണലില്ല. കൊഴിഞ്ഞു വീഴുന്ന പൂക്കളില്ല. അത് രാവിലെയും വൈകിട്ടും പക്ഷികളുടെ കോലാഹലമില്ല. വല്ലാത്തൊരു നിർവികാരത, നിസ്സംഗത. ജാസ്മിന്റെ കല്യാണത്തിന്റെ 4ാം ദിവസമായിരുന്നു ആശുപത്രിയുടെ ഔപചാരിക ഉദ്ഘാടനം. തലേന്ന് ജാസ്മിനും അലക്സും വിരുന്നിനെത്തിയിരുന്നു. രാത്രിയായപ്പോൾ അവർ ഡെയ്സിയുടെ ക്വാർട്ടേഴ്സിലാണ് ഉറങ്ങാനെത്തിയത്. അവിടെ എങ്ങനെ കിടന്നുറങ്ങും? ഒരു സൗകര്യവുമില്ല. ജാസ്മിൻ പരാതി പോലെ പറഞ്ഞു. നീ ജനിച്ചു വളർന്ന വീടല്ലേ? പുതിയതായി അസൗകര്യങ്ങൾ എന്തുണ്ട് അവിടെ? ഡെയ്സി ചോദിച്ചു. ചേച്ചി എന്താ ഒരു മനുഷ്യപ്പറ്റില്ലാതെ സംസാരിക്കുന്നത്? അലക്സിന്റെ വീടും അവിടുത്തെ സൗകര്യങ്ങളും ചേച്ചി കണ്ടതല്ലേ? അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവന്ന് ആ കുഴിമാടത്തിൽ താമസിപ്പിക്കുന്നത് ശരിയാണോ? ജാസ്മിൻ പരുക്കനായി ചോദിച്ചു. ഡെയ്സിക്ക് യഥാർത്ഥമായും ചിരി വന്നു. അവൾ അത് മറച്ചുവെച്ചില്ല. രാത്രി ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു ജാസ്മിനും അലക്സും വന്നത്. ഒരു പൊതി അമ്മച്ചി ഡെയ്സിക്കായി കൊടുത്തുവിട്ടിരുന്നു. ഡെയ്സി അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ കൂടെ വന്നിരുന്നു. ഡെയ്സി ചേച്ചിക്ക് വലിയ പുച്ഛമല്ലായിരുന്നോ പ്രൈവറ്റ് ആശുപത്രിയെന്ന് പറഞ്ഞപ്പം? ഇതിപ്പോൾ എങ്ങനെയുണ്ട്? ചേച്ചിയുടെ ആ പന്ന ക്വാർട്ടേഴ്സ് എവിടെ? ഇതെവിടെ? എല്ലാ മുറിയും ഫുള്ളി ഫർണിഷ്ഡ്. അത് മുഴുവൻ തേക്കിൻ്റെയും ഈട്ടിയുടെയും ഫർണിച്ചർ.
ഈ ഡൈനിങ് ടേബിൾ തന്നെ എന്നെ ഗ്രാൻഡാ. ഡെയ്സി ഒന്നും മിണ്ടിയില്ല. പിന്നെ അന്ന് കല്യാണത്തിൻ്റെ ദിവസം ചേച്ചി ഏതാണ്ട് വാക്ക് കൊടുത്തായിരുന്നു അല്ലയോ? ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. ആരുടെയും വാക്കു വിശ്വസിച്ചിട്ടുമില്ല. ഡെയ്സിയുടെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു നിന്നു. 5 ലക്ഷം സ്ത്രീധനം തരാമെന്ന് അങ്ങനെ അലക്സിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞല്ലോ. അത് നിന്റെ അപ്പച്ചനും അമ്മച്ചിയുമാണ് വാക്കു കൊടുത്തത്. അവർ വാക്ക് പാലിച്ചോളും. ജാസ്മിൻ്റെ മുഖം കറുത്തു. അവരെക്കൊണ്ട് എങ്ങനെ നടക്കാനാ? ചേച്ചി എന്നതാ അങ്ങനെ പറഞ്ഞൊഴിയുന്നേ? ഡെയ്സി അവളെ നോക്കാതെ കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചു. ജാസ്മിൻ മറുപടി പ്രതീക്ഷിച്ച് കുറച്ചു നേരം ഇരുന്നു. അവിടെ ശരിക്കും അത്യാവശ്യമുണ്ടായിട്ടാ. അവർ പറയുന്നതിലും കാര്യമില്ലയോ? ഒരു നയ പൈസ കല്യാണ ചെലവിനായിട്ട് അവർ വാങ്ങിച്ചോ? നാട്ടുനടപ്പനുസരിച്ച് ചെയ്യേണ്ടത് വല്ലതും നമ്മൾ ചെയ്തോ? നാട്ടുനടപ്പോ? ഡെയ്സി പതിയെ ചിരിച്ചു. അത് ശരിയാ. നാട്ടുനടപ്പനുസരിച്ച് ഗർഭസത്യാഗ്രഹം നടത്താമായിരുന്നു. അത് ചെയ്തില്ല. ജാസ്മിൻ്റെ മുഖം അടികൊണ്ടതുപോലെയായി. അവൾ വേവലാതിയോടെ തലചെരിച്ച് അപ്പുറത്തെ ബെഡ്റൂമിലേക്ക് നോക്കി. ചേച്ചിക്ക് എൻ്റെ ജീവിതം തകർത്താലേ പറ്റുവള്ളോ? നിനക്ക് സുഖമായ ജീവിതം ഉണ്ടാകട്ടെ എന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതിനായി ഞാൻ എൻ്റെ ജീവിതം തകർത്തു. അത് നീ മനസ്സിലാക്കണം എന്നെനിക്ക് നിർബന്ധമില്ല ജാസി. പക്ഷേ ഒരപേക്ഷയുണ്ട്. ശവത്തിൽ കുത്തരുത്. ഡെയ്സി പൊതിയെടുത്ത് മടക്കി എഴുന്നേറ്റ് കൈ കഴുകി. തിരിച്ച് സ്വീകരണ മുറിയിലെത്തിയപ്പോൾ അലക്സിനെ കണ്ട് ഡെയ്സി നിന്നു. അലക്സ്, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ജാസ്മിൻ ഭീതിയോടെ ഡെയ്സിയെ നോക്കി. സ്ത്രീധനം വേണ്ട. ഞാൻ ഈ ആശുപത്രിയിൽ ജോയിൻ ചെയ്താൽ മതിയെന്നാണല്ലോ അന്ന് നമ്മുടെ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്നത്. അലക്സ് എഴുന്നേറ്റു. അയാൾക്ക് പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഞാൻ വാക്കുപാലിച്ചു. ഇനിയിപ്പോൾ സ്ത്രീധനം കൂടി വേണമെന്നാണോ? 10 ലക്ഷമെങ്കിൽ 10 ലക്ഷം സ്ത്രീധനം തരാമെന്ന് അന്ന് ചേച്ചി പറഞ്ഞതല്ലേ? അത്രയും വേണ്ട, 5 ലക്ഷം മതി, അലക്സ് പറഞ്ഞു. ഡെയ്സിക്ക് അയാളോട് വെറുപ്പും അവജ്ഞയും തോന്നി. 10 ലക്ഷം തരാമെന്ന് പറഞ്ഞത് പണം ഉണ്ടായിട്ടല്ല. എൻ്റെ അനിയത്തിയുടെ ജീവിതം രക്ഷിക്കാനാണ്. അവൾക്ക് നട്ടലില്ലാത്തതിൻ്റെ കുറവ് തീർക്കാനാണ്. 10 ലക്ഷം പോയിട്ട് 1 ലക്ഷം പോലും എൻ്റെ കയ്യിൽ അപ്പോഴുണ്ടായിരുന്നില്ല. ബാങ്കിൽ നിന്ന് പേഴ്സണൽ ലോൺ എടുത്താണ് ഞാൻ ഈ കല്യാണം നടത്തിയത്. ഇനിയിപ്പോൾ സ്ത്രീധനം കൂടി വേണമെന്ന് പറയുന്നത്? ഡെയ്സി വാക്കുകൾ കിട്ടാതെ പണിപ്പെട്ടു. എന്നാൽ പിന്നെ കൊടുക്കാമെന്ന് ചേച്ചി എൻ്റെ അപ്പനോടും അമ്മയോടും വാക്ക് പറയരുതായിരുന്നു. ഞാൻ വാക്ക് പറഞ്ഞില്ല. അപ്പനാണ്. ആരാണേലും കൊള്ളാം, എനിക്കൊന്നും പറയാനില്ല. അലക്സ് അകത്തേക്ക് പോയി. ജാസ്മിൻ ജ്വലിച്ച കണ്ണുകൾ കൊണ്ട് ഡെയ്സിയെ ഒന്ന് നോക്കി. സമ്മതിക്കരുത്. ഞങ്ങളാരും സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കരുത്. അവളും അലക്സിൻ്റെ പിന്നാലെ മുറിക്കകത്തേക്ക് പോയി. ഡെയ്സി തളർച്ചയോടെ സോഫയിലിരുന്നു. ജാസ്മിൻ കിടന്ന മുറിയിൽ നിന്ന് അലക്സിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദവും ജാസ്മിൻ്റെ പതിഞ്ഞ കരച്ചിലും കേട്ടു. ഡെയ്സിക്ക് ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി. ജീവിതത്തോട് വല്ലാത്ത മടുപ്പ് തോന്നി. പക്ഷേ ശരിക്കും ഭ്രാന്ത് പിടിച്ചത് അത് കഴിഞ്ഞ 2 ദിവസത്തിന് ശേഷമാണ്. ഹോളി മദർ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടന ദിവസം 2 മന്ത്രിമാരും 2 MP-മാരും ഒരു സിനിമാ താരവും പങ്കെടുത്ത ചടങ്ങായിരുന്നു. വൈകിട്ട് 5 മണിക്ക് മീറ്റിംഗിന് തൊട്ടുമുൻപ് ഡെയ്സി ക്വാർട്ടേഴ്സിൽ നിന്നിറങ്ങി. ആശുപത്രി മുറ്റത്തെ വലിയ പന്തലിൽ കൂറ്റൻ ബോർഡ് വെച്ചിരുന്നു. ഹോളി മദർ ഹോസ്പിറ്റൽ. റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡെയ്സി വർഗീസ് എന്ന പേരാണ് ആദ്യം കണ്ടത്. അതിനു മുകളിൽ കൊടുത്തിരുന്ന പേരിലേക്ക് പിന്നെയാണ് നോട്ടം നീണ്ടത്. ചീഫ് മെഡിക്കൽ ഓഫീസർ. താഴെ എഴുതിയിരുന്ന പേര് വായിച്ചപ്പോൾ ഡെയ്സിയുടെ തലച്ചോറിലെവിടെയോ ഒരു മിന്നൽ പാഞ്ഞു. പരിചയമുള്ള പേര്. ഡോക്ടർ മനോജ് ജേക്കബ് കുരുവിള. അവൾക്ക് ചെറിയ അസ്വസ്ഥത തോന്നി. പന്തലിൽ ഡോക്ടർമാർക്കായി മാറ്റിയിട്ട ഭാഗത്തേക്ക് നടക്കുമ്പോൾ ജയദേവൻ അടുത്തേക്ക് വന്നു. ഞാൻ ഡെയ്സിയെ എവിടെയെല്ലാം നോക്കി. അയാൾ പതിവ് കുസൃതിയോടെ അവളെ നോക്കി നീട്ടിപ്പാടി. തേടി തേടി ഞാൻ അലഞ്ഞു. ഡെയ്സിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി പോലും ഉണ്ടായില്ല. ജയദേവൻ പെട്ടെന്ന് പാട്ട് പകുതിയിൽ നിർത്തി. എന്താണ് ഡെയ്സിയുടെ മുഖത്ത് ഒരു വല്ലായ്മ? ഡെയ്സി ജയദേവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അവളുടെ സ്വരം പതിഞ്ഞതും വേദന നിറഞ്ഞതുമായിരുന്നു. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ജയദേവന് അത് വീണ്ടും ഒരടിയായിരുന്നു. രണ്ടാമത്തേത് അപ്രതീക്ഷിതം. ഡെയ്സി തിരിഞ്ഞൊന്നും നോക്കുക പോലും ചെയ്യാതെ നടന്നു പോയപ്പോൾ പെട്ടെന്ന് ജയദേവന് മറന്നുകിടന്ന ഒരു കാര്യം ഓർത്തു. ഡെയ്സിയുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തത്. അയാൾ തമാശയോടെ സ്വന്തം വിരൽത്തുമ്പുകളിലേക്ക് നോക്കി. അപ്പോൾ ജയദേവന്റെ ചുമലിൽ ആരോ തട്ടി. മിസ്റ്റർ ജയദേവനല്ലേ? വെളുത്ത സുമുഖനായ ഒരാളായിരുന്നു മുന്നിൽ. 30 or 31 തോന്നിക്കുന്ന കട്ടിമീശയും തവിട്ടു കണ്ണുകളുമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ഡോക്ടർ മനോജ് കുരുവിള ജേക്കബ്, അയാൾ പറഞ്ഞു. സ്വരം സൗമ്യമായിരുന്നു. പക്ഷേ എന്തോ ഒളിച്ചു വെക്കുന്നത് പോലെ ഒരു ഭാവമുണ്ടായിരുന്നു ആ ശബ്ദത്തിന്. ഈ ആശുപത്രി എൻ്റേതാണ്.
അയാൾ ജയദേവന്റെ നേരെ കൈനീട്ടി. ഹസ്തദാനം ചെയ്യുമ്പോൾ ജയദേവന് തോന്നി, ഇത് ഒരു ഡോക്ടറുടെ കൈത്തലമല്ല, ഒരു കൊലപാതകിയുടേതാണ്. അധ്യായം 16. ദിവസങ്ങളോളം ഉറക്കമിളച്ചതുപോലെ ക്ഷീണം തോന്നി ഡെയ്സിക്ക്. കണ്ണുകൾ അടഞ്ഞു പോകുന്നതുപോലെ. ഉറങ്ങിയാലും തീരാത്ത ക്ഷീണം. രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ഫാദർ ഫ്രാൻസിസ് അത് ശ്രദ്ധിക്കുകയും ചെയ്തു. നിനക്കെന്താ ഡെയ്സി, പനിയാണോ? ഡെയ്സി ചിരിക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല ഫാദർ, വല്ലാത്ത ക്ഷീണം. ഫാദർ അവളെ സൂക്ഷിച്ചു നോക്കി. മനപ്രയാസമാണോ മോളെ? അദ്ദേഹത്തിൻ്റെ ശബ്ദം വല്ലാതെ താഴ്ന്നു. പുതിയ സാഹചര്യങ്ങളുമായി നിനക്ക് ഇണങ്ങാൻ പറ്റുന്നില്ലേ? ഡെയ്സി ഒന്നും പറഞ്ഞില്ല. എല്ലാം ദൈവഹിതമാണെന്ന് വിചാരിക്കു ഡെയ്സി. പണി തീർന്നിട്ടില്ല ഫാദർ, രോഗികളും കുറവ്. അത്രയും വിശ്രമം കിട്ടില്ലേ നിനക്ക്? അങ്ങനെ സമാധാനിക്ക്. ഡെയ്സി ഒന്നും പറഞ്ഞില്ല. അവൾക്ക് വിശ്രമവും സമാധാനവും രോഗികളുടെ സാന്നിധ്യത്തിലായിരുന്നു. പേടിയും ആശങ്കയും നിറഞ്ഞ മുഖത്തോടെ ഒരു രോഗി കടന്നു വരുമ്പോൾ മരുന്ന് കൊടുത്ത് സംസാരിച്ച് സമാധാനിപ്പിച്ച് ആ മുഖത്ത് ആശ്വാസം തിരിച്ചു നൽകുമ്പോൾ ഡെയ്സിയോടൊപ്പം ഫാദർ നിശബ്ദനായി നടന്നു. പടിക്കെട്ടുകൾക്ക് സമീപമെത്തുമ്പോൾ വരണ്ട തണുത്ത കാറ്റ് വീശി. എന്നാലും എനിക്ക് നിന്റെ വീടും പരിസരവും കണ്ടപ്പോൾ സന്തോഷം തോന്നി. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇതാ പറയുന്നത്, ഉള്ളറിയുന്ന കർത്താവ് ചോദിക്കാതെ തന്നെ വേണ്ടതെല്ലാം തരുമെന്ന്. ഡെയ്സി പാതി മയക്കത്തിലെന്ന പോലെ നടന്നു. മെഡിക്കൽ ക്യാമ്പിൻ്റെ കാര്യം പറയാൻ ഞാൻ വരുന്നുണ്ട്. മുഴുവൻ കാര്യങ്ങളും കുരുവിള ഏറ്റെടുത്തോളാമെന്നാ പറയുന്നത്. അയാളുടെ ആശുപത്രിക്ക് പരസ്യം കിട്ടണം, അതാ കാരണം. കോട്ടയത്ത് നിന്ന് എൻ്റെ കൂടെ പഠിച്ച സിന്ധുവും സതീഷ് ബാബുവും വരും ഫാദർ. പിന്നെ എൻ്റെ പ്രൊഫസർ സുധാകരനും. ഡെയ്സി പറഞ്ഞു. മെഡിക്കൽ ക്യാമ്പിൽ കുരുവിളയെ ഇടപെടുത്തുന്നതിൽ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. മോളെ, നീ സന്തോഷമായിരിക്കണം. നിന്റെ മുഖത്ത് ഒരു ചിരി കാണണം എപ്പോഴും, ഫാദർ പെട്ടെന്ന് പറഞ്ഞു. ഡെയ്സിയുടെ കണ്ണുകൾ നിറഞ്ഞു. ശ്രമിക്കാം ഫാദർ. പടിക്കെട്ടുകൾക്ക് താഴെയെത്തുമ്പോൾ ഡെയ്സി തളർന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ മുകളിലെ പടിയിൽ ഫാദർ നോക്കി നിൽക്കുന്നത് കണ്ടു. ഡെയ്സിക്ക് മനസ്സിലൊരു തണുപ്പ് തോന്നി. ഫ്രാൻസിസ് അച്ഛൻ എന്നൊരാൾ ഇല്ലായിരുന്നെങ്കിൽ തൻ്റെ സ്ഥിതി എന്താവുമായിരുന്നുവെന്ന് അവൾ പിന്നെയും ഓർത്തു. നൂല് പൊട്ടിയ പട്ടം പോലെ. പള്ളിയിൽ നിന്ന് ചെന്ന പാടെ ഡെയ്സി ആശുപത്രിയിലേക്ക് പോയി. പുതുതായി സജ്ജീകരിക്കുന്ന ന്യൂറോളജി ബ്ലോക്കിൽ ഡ്രില്ലിങ്ങിൻ്റെ ശബ്ദം കാതു തുളച്ചുകൊണ്ട് പൊങ്ങി. ആർമോ എന്ന ബോർഡ് വെച്ച മുറിയുടെ ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഡെയ്സി വിറച്ചു. AC ആരോ ഓൺ ചെയ്തിരുന്നു. അല്ലെങ്കിൽ തന്നെ പുറത്ത് തണുപ്പാണ്. മലമുകളിൽ വേനലിൽ പോലും തണുപ്പും മഞ്ഞുമുള്ള കാലാവസ്ഥയിൽ എന്തിനാണ് ഇവിടെ AC പിടിപ്പിച്ചതെന്ന് ഡെയ്സി പതിവ് പോലെ അത്ഭുതപ്പെട്ടു. എത്രയേറെ പണമാണ് ഇത്തരം ആർഭാടങ്ങൾക്കായി കളഞ്ഞിരിക്കുന്നതെന്ന് അവൾ ഇടയ്ക്കിടെ അമ്പരക്കാറുണ്ട്. ഡോക്ടർമാരുടെ മുറികളിൽ AC, വേണ്ടിടത്തും വേണ്ടാത്തിടത്തും അലങ്കാര വിളക്കുകൾ, എന്തൊക്കെ യന്ത്രങ്ങൾ, എത്ര ജീവനക്കാർ. പണം ഒഴുകിയിരിക്കുകയാണ്. ഇതിൻ്റെ പകുതി പണമുണ്ടായിരുന്നെങ്കിൽ താലൂക്ക് ആശുപത്രി ഒരു സ്വർഗമായേനെ എന്ന് അവൾ വിചാരിച്ചു. ഡെയ്സി ഓഫ് ചെയ്ത് പേഴ്സ് മേശയ്ക്കുള്ളിൽ വെച്ചു. മേശപ്പുറത്ത് കർത്താവിൻ്റെ ഒരു രൂപം വച്ചിട്ടുള്ളതിൽ നോക്കി കുരിശു വരച്ച് കസേര വലിച്ചിട്ടിരുന്നു. മാഡം, 10:30 ഒരു പേഷ്യൻ്റ് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. കടന്നു വന്ന നേഴ്സ് ശാരദ പറഞ്ഞു. ഇവിടുത്തെ ഒരു പ്ലാന്ററുടെ വൈഫാണ്. മേശപ്പുറത്തു നിന്ന് തലേന്നത്തെ ചില കേസ് ഷീറ്റുകൾ എടുത്ത് ശാരദ പുറത്തേക്ക് പോയി. പെട്ടെന്ന് ഡെയ്സിക്ക് ഒരു ശൂന്യത തോന്നി. വിജനമായ ഒരു മരുഭൂമിയിൽ തനിച്ചിരിക്കുന്നത് പോലെ. സർക്കാർ ആശുപത്രിയിലായിരുന്നെങ്കിൽ ഈ നേരത്ത് രോഗികൾ തള്ളിക്കയറുമായിരുന്നുവെന്ന് അവൾ പിന്നെയും ഓർത്തു. ഇവിടെ തിരിച്ചാണ്. 10:30 ഒരു രോഗിണി വരും, പ്ലാന്ററുടെ ഭാര്യ. ഡെയ്സി മേശയ്ക്കുള്ളിൽ നിന്ന് ജനറൽ മെഡിസിൻ്റെ ഒരു പുസ്തകം എടുത്തു മറിച്ചു. അപ്പോൾ വാതിൽക്കൽ പിന്നെയും കാൽപ്പെരുമാറ്റം കേട്ടു. കടന്നു വന്നത് കുരുവിളയായിരുന്നു. ഡെയ്സി എഴുന്നേറ്റു. ഗുഡ് മോർണിംഗ്. ഓ, എഴുന്നേൽക്കുവൊന്നും വേണ്ട. നമ്മുടെ കുടുംബത്തിൽ ഞാൻ സൃഷ്ടിച്ച ചെറുക്കന്മാർ പോലും എന്നെ കാണുമ്പം എഴുന്നേൽക്കാറില്ല. എഴുന്നേൽക്കുന്നതിലൊന്നുമല്ല കാര്യം. നമ്മുടെ ആശുപത്രിയിൽ വല്ല വരവ് ചെലവ് കണക്കും ഉണ്ടാക്കുന്നതില്ല. കുരുവിള വന്നപാടെ കസേര വലിച്ചിട്ടിരുന്നു. ഡെയ്സിയും ഇരുന്നു. ഇതിപ്പം കോടികൾ എത്രയോ പൊട്ടിച്ചതെന്നറിയാമോ ഡെയ്സി ഡോക്ടറെ? തുറന്നു വച്ചിട്ട് ദിവസം 4-5 എന്നിട്ട് എത്ര പേര് വന്നു? കുരുവിള അസ്വസ്ഥതയോടെ കസേരയിൽ ചാഞ്ഞിരുന്നു. കൈവിരലുകൾ ഞൊട്ടയിട്ടു. മക്കള് കൊള്ളരുതാത്തവന്മാരായാൽ ഇങ്ങനിരിക്കും. തന്തമാർക്ക് മനസ്സമാധാനത്തോടെ ചാകാൻ പറ്റത്തില്ല. കുരുവിളയുടെ മുഖത്തും സ്വരത്തിലും നിരാശ കലർന്നു. ഇത്രയും കാശ് വല്ല കോട്ടയത്തോ തിരുവല്ലയിലോ കൊണ്ടുചെന്ന് മുടക്കിയിരുന്നെങ്കിൽ ആശുപത്രിയായിട്ട് വേണ്ട, വെറുതെ ഒരു കട കെട്ടിയിരുന്നാൽ മതിയായിരുന്നു. വാടകയെങ്ങും പോന്നേനെ. ഡെയ്സിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഡോക്ടർക്ക് വേണ്ടിയിട്ടുമായി കുറേ കാശ്. ഇതൊക്കെ ഇങ്ങ് തിരിച്ചു തരണമെന്ന് ഒരു വിചാരം വേണം കേട്ടോ. പകുതി തമാശയായി ഒരു കൊഞ്ചലോടെ കുരുവിള പറഞ്ഞു. ഞാൻ സാറിനോട് പറഞ്ഞല്ലോ,
മാസശമ്പളത്തിൽ നിന്ന് പകുതി വീതം പിടിച്ചോളാൻ. അതിന് ഇങ്ങോട്ട് വല്ലതും കിട്ടണ്ടായോ? അതിന് ഡോക്ടർ മനസ്സ് വയ്ക്കാണ്ടെങ്ങനാ? അയാൾ ഡെയ്സിയെ നോക്കി ഒരു ശൃംഗാര ചിരി ചിരിച്ചു. അതേ, വരുന്നവരെ പറഞ്ഞ് കാര്യം മനസ്സിലാക്കി കുറച്ച് ടെസ്റ്റൊക്കെ എടുപ്പിച്ചോളണം. നമ്മുടെ മെഷീനൊക്കെ അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നും വരുത്തിയതാ. ഡെയ്സി ഒന്നും പറഞ്ഞില്ല. ഈ സംഭാഷണം എങ്ങനെ അവസാനിപ്പിക്കാമെന്ന് അവൾ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് ഫോൺ ബെല്ലടിച്ചു. കുരുവിള മൊബൈൽ ഫോൺ എടുത്തു. ഹലോ. അതെ. വന്നോ? വലിയ കാര്യമായി പോയി. ഫോൺ ഓഫ് ചെയ്തു വെച്ചിട്ട് കുരുവിള പറഞ്ഞു. അവൻ വന്നു, തന്തയ്ക്ക് പിറക്കാത്തവൻ. ഡെയ്സിക്ക് മനസ്സിലായില്ല. എൻ്റെ മോൻ മനോജ്. ഡെയ്സിയുടെ മുഖം വിവരണമായി. ഞാൻ പോയി പണ്ടാരം അടക്കിയിട്ട് വരാം. കാശ് കുറച്ചുകൂടെ എങ്ങനെ പൊടിച്ചു വരാമെന്ന് പറയാനായിട്ട് വിളിക്കുന്നതാ. ഫോൺ ജുബയുടെ പോക്കറ്റിലിട്ട് കുരുവിള എഴുന്നേറ്റു. അത് ചോദിക്കാൻ മറന്നു. മനോജിൻ്റെ കൂടെ മെഡിക്കൽ കോളേജിൽ പഠിച്ചതാ അല്ലയോ? അതാന്നോ ഡോക്ടറെ തന്നെ ഇങ്ങോട്ട് വിളിക്കണമെന്ന് അവൻ നിർബന്ധിച്ചത്? ഡെയ്സി ആകെ മഞ്ഞളിച്ചു. എൻ്റെ സീനിയറായിരുന്നു. അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. കുരുവിള പുറത്തേക്ക് പോയപ്പോൾ മുഖത്തെ മഞ്ഞളിപ്പും സങ്കടവും മായ്ച്ചു കളയാൻ ഡെയ്സി മുഖം അമർത്തി തുടച്ചു. ജീസസ്, നീ എന്നെ എന്തിനാണ് ഇത്തരം പരീക്ഷണങ്ങളിലൂടെ പിന്നെയും പിന്നെയും? അവൾ കണ്ണടച്ച് കർത്താവിൻ്റെ രൂപം മനസ്സിലോർക്കാൻ ശ്രമിച്ചു. തെളിഞ്ഞു വന്നത് മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ ക്ലാസ് മുറിയാണ്. റാഗിങ്ങിനായി കടന്നു വരുന്ന ഒരു സംഘത്തിലെ തലയെടുപ്പുള്ള രൂപമാണ്. ഡെയ്സിക്ക് നെഞ്ചിടിപ്പ് തോന്നി. ജീസസ്, അയാൾക്ക് പഴയ വാശിയും വൈരാഗ്യവും ഇന്നും ഉണ്ടാകുമോ? അത് തീർക്കാനാണോ ജാസ്മിനെ കരുവാക്കി തന്നെ കുരുക്കി പിടിച്ചത്? പരസ്പരം ഇതുവരെ അടുത്തു കാണുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. ഉദ്ഘാടന ചടങ്ങിൻ്റെ ദിവസം ആൾക്കൂട്ടത്തിൽ മിന്നായം പോലെ മനോജിനെ കണ്ടിരുന്നു. പക്ഷേ അതിനുശേഷം കണ്ടില്ല. ആശുപത്രിയിലും വന്നിരുന്നില്ല. ആശുപത്രി നടത്തിപ്പും മറ്റു കാര്യങ്ങളും ചീഫ് മെഡിക്കൽ ഓഫീസറുടെ മേൽനോട്ടത്തിലാണെന്ന് പറഞ്ഞിരുന്നു. 1-2 ആവശ്യങ്ങൾക്ക് ഡെയ്സി കടലാസ് കൊടുത്തപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ തോമസ് പറഞ്ഞു, മനോജ് സാർ വരാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മാഡം. പേഷ്യൻറ്റിനെ നോക്കുന്നിടത്ത് ഒരു സ്ക്രീൻ വെക്കണം, അല്ലെങ്കിൽ ഒരു കർട്ടൻ. അത്രേ വേണ്ടൂ തൽക്കാലം. ഇല്ല, അദ്ദേഹം വരാതെ. എവിടെ പോയതാണ്? അറിയത്തില്ല. ചിലപ്പം അമേരിക്കയിലായിരിക്കും, ഭാര്യയുടെയും പിള്ളേരുടെയും അടുത്ത്. 2-ാം ദിവസം മുറിയിൽ സ്ക്രീൻ പിടിപ്പിക്കാൻ ആൾ വന്നു. ഇന്നലെ രാത്രിയിൽ സാറ് വിളിച്ചിരുന്നു. മാഡത്തിൻ്റെ കാര്യം ചോദിച്ചു. അപ്പം ഞാൻ ഈ സ്ക്രീനിൻ്റെ കാര്യം പറഞ്ഞു. 1/4 മണിക്കൂറിനകം എനിക്ക് ഇമെയിൽ വന്നു, അനുവാദം തന്നുണ്ട്. പിന്നീട് കണ്ടപ്പോൾ തോമസ് പറഞ്ഞു. മൊത്തത്തിൽ ഒരു പന്തുകേട് തോന്നി ഡെയ്സിക്ക്. ഓർത്തിരിക്കുന്നതിനിടയിൽ സിസ്റ്റർ ശാരദ വീണ്ടും വന്നു. പേഷ്യൻ്റ് വന്നു ഡോക്ടർ. വരാൻ പറയൂ. ഡെയ്സി കേസ് ഷീറ്റ് നോക്കി. ലേഖ ചാക്കോ, വയസ്സ് 24, വിവാഹിതയായിട്ട് 4 വർഷം, കുട്ടികളില്ല. കടന്നു വന്നത് അതിസുന്ദരിയായ ഒരു യുവതിയായിരുന്നു. വില കൂടിയ വിദേശ പെർഫ്യൂമിൻ്റെ മണം അവിടെയെങ്ങും വ്യാപിച്ചു. ഇരിക്കൂ, ഡെയ്സി പറഞ്ഞു. ലേഖ ചാക്കോ ഇരുന്നു. എന്താണ് പ്രശ്നം? തലവേദന വിട്ടുമാറാത്ത. ലേഖയുടെ സ്വരം കരച്ചിലടക്കി പിടിച്ചതുപോലെ തോന്നിപ്പിച്ചു. ഡെയ്സിയുടെ മനസ്സ് പെട്ടെന്ന് ജാഗരൂകമായി. അവൾ തൻ്റെ മുന്നിലിരിക്കുന്ന യുവതിയുടെ മുഖത്തേക്ക് കണ്ണുകൾ ഊന്നി. ചന്ദന നിറമുള്ള മുഖത്ത് തിളങ്ങുന്ന കണ്ണുകളിൽ വേദനയുടെ ചുവപ്പ് രാശി പോലെ. പറയൂ. യുവതി ഒരു കെട്ട് കടലാസുകൾ എടുത്തു നീട്ടി. പല ഡോക്ടർമാരെ കണ്ടതിൻ്റെ രേഖകൾ. ന്യൂറോളജിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്. വല്ലാത്ത ക്ഷീണമാണ് ഡോക്ടർ. എന്താണെന്നറിയില്ല. കൈകാലുകൾ നമ്മുടെ ഇഷ്ടത്തിനൊപ്പം അനങ്ങാത്തതുപോലെ. ഭർത്താവ്? യുവതിയുടെ കണ്ണുകൾ താഴ്ന്നു. ചാക്കോച്ചൻ ബിസിയാണ്, ഇപ്പോൾ ഡൽഹിയിൽ പോയിരിക്കുന്നു. ഡെയ്സി കടലാസുകളിലൂടെ കണ്ണോടിച്ചു. ഈ പരിശോധനകൾ അടുത്ത കാലത്ത് ചെയ്തതല്ലേ? കഴിഞ്ഞ മാസം. അവൾ പട്ടുസാരിയുടെ മുന്താണി മനോഹരമായി ഒന്ന് വലിച്ചിട്ടു. ആ യുവതിയുടെ ചലനങ്ങളിലെല്ലാം ഒരു ദുഃഖം നിറഞ്ഞു നിൽക്കുന്നത് ഡെയ്സി ശ്രദ്ധിച്ചു. അവൾക്ക് വാത്സല്യം തോന്നി. വരൂ, ഞാൻ നോക്കട്ടെ. ഹാർട്ടും പ്രഷറും നോർമലായിരുന്നു. പ്രത്യക്ഷത്തിൽ ഒന്നും കാണാനില്ലല്ലോ ലേഖയെ. തുറന്നു ചോദിക്കട്ടെ, കുട്ടികളില്ലാത്തതിൻ്റെ ടെൻഷനോ മറ്റോ? ലേഖ ചിരിച്ചു. ഏയ് ഇല്ല, സത്യത്തിൽ കുട്ടികളില്ലാത്തതല്ല, ഉടനെ വേണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഈ പ്രായത്തിൽ തലവേദന വരാൻ എന്താണ് കാരണം? ഡെയ്സി വാത്സല്യത്തോടെ ചോദിച്ചു. അതറിയാനാണ് ഞാൻ വന്നത്. ഡോക്ടറെ കാണാൻ സജസ്റ്റ് ചെയ്തത് ചെറിയാച്ചനാണ്, മാതായില്ലേ? അറിയാം. ഡെയ്സി വീണ്ടും കടലാസുകളിലൂടെ കണ്ണോടിച്ചു. 24-ാം വയസ്സിൽ വിട്ടുമാറാത്ത തലവേദന. തലവേദന വരാൻ ചില കാരണങ്ങളുണ്ട്. പക്ഷേ ആ കാരണങ്ങളൊന്നും ലേഖയുടെ ശരീരത്തിലില്ലെന്നാണ് ടെസ്റ്റുകൾ തെളിയിക്കുന്നത്. ലേഖയുടെ മുഖത്ത് നിരാശ നിറഞ്ഞു. ഡെയ്സി അവളെ പഠിക്കുകയായിരുന്നു. തുറന്നു ചോദിക്കുമ്പോൾ ഒന്നും തോന്നരുത്. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ? സുന്ദരമായ മുഖത്ത് വിഷാദം പരന്നു. ഒന്നുമില്ല ഡോക്ടർ. പെട്ടെന്ന് അവൾ എഴുന്നേറ്റു.
സത്യം പറഞ്ഞാൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ടും എന്തോ ഒരു വലിയ പ്രശ്നം പോലെ. എനിക്ക് നല്ലതുപോലെ ഒന്നുറങ്ങണം. എന്തെങ്കിലും മരുന്ന്? ഡെയ്സി അവളെ ഉറ്റുനോക്കി. ഡെയ്സിയുടെ മനസ്സ് പറഞ്ഞു, ദൈവമേ, ഈ കുട്ടി വലിയൊരു അപകടത്തിലാണ്. പക്ഷെ എന്താണ് അപകടമെന്ന് അവൾക്ക് മനസ്സിലായില്ല. ലേഖ എന്തൊക്കെയോ മറച്ചു പിടിക്കുകയാണെന്ന് ഡെയ്സിക്ക് മനസ്സിലായി. രോഗി തുറന്നു പറയാതെ എങ്ങനെയാണ് ചികിത്സിക്കുക? ഡെയ്സി പ്രിസ്ക്രിപ്ഷൻ പാഡിൽ നിന്ന് ഒരു കടലാസ് വലിച്ചു കീറി 2 ഗുളികകൾ എഴുതി. ആദ്യത്തേത് സെഡേറ്റീവാണ്. അത് 3 ദിവസം ഓരോന്ന്. അത് കഴിഞ്ഞ് ലേഖ ഒന്ന് വരൂ. നമുക്ക് കാര്യമായി ചില ടെസ്റ്റുകൾ നടത്താം. ലേഖ പോയപ്പോൾ ഡെയ്സിക്ക് വിഷമം തോന്നി. ഈശ്വര, എന്തൊക്കെ രോഗങ്ങൾ, എന്തൊക്കെ തരം വിഷമങ്ങൾ. മാഡം, CMO വിളിക്കുന്നു. ശാരദയുടെ സ്വരം വീണ്ടും കേട്ടു. ഡെയ്സി എഴുന്നേറ്റു. മനോജ് ജേക്കബ് വിളിക്കുന്നു. ഇവിടെ വന്നിട്ട് ആദ്യത്തെ കൂടിക്കാഴ്ച. 6 വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ. ഡെയ്സിക്ക് പെട്ടെന്നൊരു വിറയൽ ശരീരത്തിൽ കൂടി കടന്നുപോയി. അവൾ സ്റ്റെത്തും പേനയും മേശപ്പുറത്ത് വെച്ച് എഴുന്നേറ്റു. CMOയുടെ മുറിവാതിലിന് മുന്നിലെത്തുമ്പോൾ ഡെയ്സി പെട്ടെന്ന് ശാന്തത വീണ്ടെടുത്തു. വാതിൽക്കൽ പതിയെ മുട്ടിയപ്പോൾ അകത്തുനിന്ന് ശബ്ദം കേട്ടു. പ്ലീസ് കമിൻ. ഡെയ്സി അകത്തേക്ക് കയറി. മനോജ് വളരെ ഗൗരവത്തിൽ ഒരു ഫയൽ നോക്കുകയായിരുന്നു. ഇരിക്കൂ, മുഖമുയർത്തി നോക്കാതെ അയാൾ പറഞ്ഞു. ഒടുവിൽ കണ്ടതിലും അയാൾ വെളുക്കുകയും തടിക്കുകയും ചെയ്തതായി ഡെയ്സിക്ക് തോന്നി. ഡെയ്സി കസേരകളിലൊന്നിൽ ഇരുന്നു. മനോജ് മുഖമുയർത്തി നോക്കിയില്ല. അയാൾ തിരക്കിട്ട് കടലാസുകൾ മറിച്ചു. ഡെയ്സിക്ക് 35,000 സാലറി ഫിക്സ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അയാളുടെ സ്വരം വളരെ ഗൗരവത്തിലായിരുന്നു. കാര്യം മാത്ര പ്രസക്തം. അത് മതിയല്ലോ, അല്ലേ? മതി. കോൺട്രാക്റ്റ് ഒപ്പുവെച്ചത് ഞാൻ കണ്ടു. അതിലൊരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. CMOയുടെ ആബ്സൻസിൽ ആശുപത്രി ചുമതലകൾ ഡെയ്സിക്കാണ്. ഡെയ്സി ഒന്നും പറഞ്ഞില്ല. മുഴുവൻ ഉത്തരവാദിത്തം. മനോജ് മറ്റൊരു ഫയലെടുത്ത് മറിച്ചു. ശരി, ഞാനതിൻ്റെ ഓർഡർ ഇന്ന് തരും. വിരോധമില്ലല്ലോ? ഇല്ല. ന്യൂറോ വാർഡിൻ്റെ പണി നോക്കിയിരുന്നോ? ഇല്ല. മെഷീൻസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. കോട്ടയത്തെയും എറണാകുളത്തെയും ഹോസ്പിറ്റൽസിൽ ഒന്ന് പോകണം. കാര്യങ്ങളൊന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ. ശരി. അപ്പച്ചന് വലിയ ടെൻഷനാണ്. ഈ കാട്ടുമുക്കിൽ ആരാണ് ചികിത്സയ്ക്ക് വരികയെന്ന്. പക്ഷേ എൻ്റെ കൺസെപ്റ്റ് വേറെയാണ്. ആശുപത്രിയുടെ കാലം കഴിഞ്ഞു. ഹീലിംഗ് സെൻ്ററുകളാണ് നമുക്ക് വേണ്ടത്. എല്ലാത്തരം മുറിവുകളും ഉണക്കാനുള്ള ഒരിടം. ഡെയ്സി മിഴിച്ചിരുന്നു. മനോജിൻ്റെ സ്വരം വളരെ ശാന്തമായിരുന്നു. നമുക്കിതൊരു ടൂറിസ്റ്റ് ആംഗിളിൽ ചെയ്യണം. ഹെൽത്ത് ടൂറിസം. രോഗികൾ നമ്മുടെ ആശുപത്രി അന്വേഷിച്ചു പിടിച്ചു വരും. സമാധാനമായി ജീവിക്കാൻ, ആശ്വാസത്തോടെ മരിക്കാൻ. അയാൾ കസേരയിലേക്ക് ചാഞ്ഞു. കണ്ണുകളടച്ച് മൃദുവായി ചിരിച്ചു. രോഗത്തിന് ഒരു താജ്മഹൽ. പെട്ടെന്ന് മനോജ് കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. പൊയ്ക്കോളൂ. ഡെയ്സി എഴുന്നേറ്റപ്പോൾ മനോജും എഴുന്നേറ്റു. ഒരു കാര്യം പറയാൻ മറന്നു. ഡെയ്സി നിന്നു. മനോജ് കസേര വലിച്ചു നീക്കി അവളുടെ തൊട്ടു മുൻപിലെത്തി. അയാൾ കണ്ണടയൂരി മേശപ്പുറത്ത് വെച്ചു. വെള്ളാരം കല്ലുകൾ അവളെ നോക്കി തിളങ്ങി. ഈ താജ്മഹൽ, ഇത് രോഗത്തിനു വേണ്ടി മാത്രമല്ല. അയാൾ അവൾക്ക് നേരെ കൈനീട്ടി. ഡെയ്സിക്ക് വേണ്ടി കൂടിയാണ്. ഒരുതരം ഭീതിയോടെയാണ് ഡെയ്സി മുറിയിൽ നിന്ന് പുറത്തു ചാടിയത്. ഇടനാഴിയിലൂടെ വേഗം നടക്കുമ്പോൾ അവൾക്ക് താൻ വീണു പോകുമെന്ന് തോന്നി. വിട്ടുമാറാത്ത ക്ഷീണം തിരിച്ചു വന്നതുപോലെ. നേര്യമംഗലം പള്ളിയുടെ പടിക്കെട്ടുകൾ കയറുമ്പോഴാണ് ഡെയ്സിക്ക് പിന്നെ ബോധം വന്നത്. നട്ടുച്ചയായിരുന്നു. അടഞ്ഞ പള്ളിവാതിലിന് മുന്നിൽ മുട്ടുകുത്തി നിന്ന് ഡെയ്സി വെറുതെ പ്രാർത്ഥിച്ചു. ജീസസ്, എനിക്കൊന്ന് ഉറങ്ങണം. ഒരിടം തരൂ, ഭയമില്ലാതെ ഉറങ്ങാൻ. അടഞ്ഞ വാതിലിനപ്പുറത്ത് ജീസസ് അവളുടെ പ്രാർത്ഥന കേൾക്കുന്നതായി തോന്നിയില്ല. അടുത്ത ഭാഗം നാളെ.